السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. يا رب هيئ لنا من أمرنا رشدا وجعل معونتك الحسنى لنا مددا. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ആവേശവും പ്രതീക്ഷയും ധൈര്യവും നമ്മുടെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദ് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ മഹാനവറുകളെ, ദുബൈ സുന്നി സെന്ററിന്റെ അധ്യക്ഷൻ, നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ബാലവി, UAE സുന്നി കൗൺസിലിന്റെ അലൈൻ സുന്നി സെന്ററിന്റെ ഒക്കെ നായകൻ ബഹുമാനപ്പെട്ട സയ്യിദ് പുക്കോയ തങ്ങൾ, സമസ്തയുടെ മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന UM ഉസ്താദ്, നമ്മുടെയൊക്കെ ആവേശമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, സുന്നി സെന്ററിന്റെ ആവേശവും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ബുദ്ധിപരമായ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ഫൈലി, ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ദാരിമി, K റഹ്മാൻ ഫൈലി, ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഖാസിമി, പ്രിയപ്പെട്ട ഇബ്രാഹിം എളേറ്റിൽ, സദസ്സിൽ നിരവധി പ്രഗത്ഭരായ നേതാക്കളുണ്ട്. അലൈൻ സുന്നി സെന്ററിന്റെ അബുദാബി SSയുടെ, അജ്മാനിലെ, റാസൽ ഖൈമയിലെ, ഫുജൈറയിലെ, ഷാർജയിലെ സംഘടനാ നേതാക്കൾ, നമ്മുടെ സുന്നി സെന്ററുകളുടെ SKSFന്റെ ഒക്കെ പ്രവർത്തകരും നേതാക്കളും ധാരാളമുണ്ട്. അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. സത്യത്തിൽ വളരെ ആവേശത്തോടുകൂടെയാണ് ഈ പരിപാടി നടക്കുന്നത്. വർക്കിംഗ് ഡേ ആയിട്ടുകൂടി ഈ ദുബൈയിലെ ചരിത്രപ്രസിദ്ധമായ അൽ നസർ വിശാലമായ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ ദുബൈ സുന്നി സെന്ററിന്റെ വിളി കേട്ട് ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് വളരെ പ്രധാനമായി നമ്മുടെ നേതാവിനെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റിനെ സ്വീകരിക്കുക എന്ന ആവേശമാണ്. അതോടൊപ്പം ദുബൈ സുന്നി സെന്ററിന്റെയും SKSFന്റെയും വിഖായയുടെയും നമ്മുടെ സുന്നി സെന്ററിന്റെ അനുബന്ധ സംഘടനകളുടെയൊക്കെ ആവേശകരമായ പ്രവർത്തകരുടെ രാവും പകലും കഠിനാധ്വാനം ചെയ്തുകൊണ്ടുള്ള അധ്വാനം, പ്രവർത്തനം, പ്രചരണം ഈ മഹത്തായ പരിപാടിയെ ചരിത്രപരമാക്കി ധന്യമാക്കി അള്ളാഹു എല്ലാ പ്രവർത്തകർക്കും, സഹായികൾക്കും, സംഘാടകർക്കും, പ്രചാരകർക്കും, നേതാക്കൾക്കും നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സമയം നമുക്ക് വളരെ പരിമിതമാണ്. വ്രതം വിശുദ്ധിക്ക്
ഖുർആൻ ഔന്നത്യത്തിന് എന്ന വിഷയത്തിലാണ് ഒരല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ടത്. പരിശുദ്ധമായ റമദാനു ശരീഫിൽ അതിന്റെ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിച്ച സത്യവിശ്വാസികൾ ഖുർആനും ആ വിഷയം തന്നെ കൂടുതൽ കൂടുതൽ ചർച്ചയും പിന്നെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അമൽ, ഒരു സൽക്കർമ്മം അതിന്റെ ഏറ്റവും വലിയ ശക്തമായ ഗുണത്തിലും ഫലത്തിലുമായി തീരുന്നത് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പായി റമദാനിന്റെ പൂമുഖവാതിൽ എത്തുമ്പോൾ വരാൻ പോകുന്ന റമദാനു ശരീഫിനെ കുറിച്ച് പ്രൗഢമായ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ആ മഹത്വത്തിന്റെ പുണ്യമായ മാസം, അതിന്റെ ആത്മീയമായ വശങ്ങൾ, പരലോകത്ത് കിട്ടുന്ന നേട്ടങ്ങൾ, അതിന്റെ പ്രാധാന്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തുന്നത് ആ ഒരു ആത്മീയമായ മാധുര്യത്തോടുകൂടെ ആ ഒരു പുണ്യകർമ്മത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. നോമ്പ് എന്നത്, വ്രതം എന്നത് ഒരു രഹസ്യമായ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചത്, നോമ്പ് എനിക്കുള്ളതാണ്, അസ്സൗമു ലീ വ അനാ ജസീ ബി. നോമ്പിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. റമദാനിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലാണെങ്കിലും നോമ്പ്, അസ്സൗം എന്നത് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള മുന്നറിയിപ്പ് നൽകി അതിനുവേണ്ടി ഒരുക്കം നടത്താൻ സ്വഹാബത്തിനോട് കൽപ്പിച്ചു. അൻഷാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വ. ഒരു യുദ്ധത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ ഒരുക്കുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറായി. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുത്തുനബിയോട് അടുത്ത് എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, ഉദ്ഉ ലീ ബിശ്ശഹാദ. ഈ യുദ്ധത്തിന് പോയാൽ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമാണ്, ഒരു കൊതിയാണ്, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കണം, രക്തസാക്ഷിയാവണമെന്ന്. ഈ വരുന്ന യുദ്ധത്തിൽ എനിക്ക് ഷഹാദത്ത് കിട്ടാൻ മുത്തുനബി അങ്ങ് ദുആ ചെയ്യണം. അള്ളാന്റെ റസൂലേ, എന്റെ വല്ലാത്ത കൊതിയാണ്, ആഗ്രഹമാണ്. പക്ഷെ അള്ളാന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. പടച്ചവനെ, ഇവരെ യുദ്ധത്തിൽ സലാമത്തോടുകൂടെ നീ വിജയിപ്പിക്കണം, രക്ഷപ്പെടുത്തണം, അവർക്ക് ഗനീമത്ത് നൽകണം. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഗസൗനാ, ഞങ്ങൾ അങ്ങനെ യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ പങ്കെടുത്തു. ഫസലിംനാ വഗനിംനാ, ഞങ്ങൾ അതിൽ സുരക്ഷിതരായി വിജയിച്ചു. ഞാൻ ഷഹീദായില്ല, ആ യുദ്ധം വിജയിച്ച് അതിന്റെ ഗനീമത്ത് എനിക്കും ലഭിച്ചു, ഞങ്ങൾക്ക് കിട്ടി. പിന്നെ രണ്ടാമതൊരവസരം വന്നു. ഒരു യുദ്ധത്തിന് വേണ്ടി യുദ്ധകാഹളം മുഴങ്ങിയപ്പോ അന്നും ഞാൻ മുത്തുനബിയോട് ചെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, ഉദ്ഉ ലീ ബിശ്ശഹാദ, എനിക്ക് ഷഹാദത്തിന് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അന്നും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. അന്നും ഫസലിംനാ വഗനിംനാ, ഞങ്ങൾ ആ യുദ്ധം ചെയ്ത് മടങ്ങിയത് പൂർണ്ണ സുരക്ഷിതമായിട്ടാണ്, ഒരു പോറലേൽക്കാതെ വളരെ മനോഹരമായി വിജയിച്ചു. എനിക്കും ആ യുദ്ധത്തിന്റെ ഗനീമത്ത് ലഭിച്ചു. മൂന്നാമത്തെ ഒരു യുദ്ധത്തിന്റെ അവസരവും വന്നു. എന്റെ വല്ലാത്ത കൊതി കൊണ്ട്, കാരണം ഷഹീദായാൽ നാളെ ഖബറിൽ ചോദ്യമില്ലല്ലോ, ഷഹീദായാൽ ഖബറിലെ പ്രയാസങ്ങളില്ല, മഹ്ശറയിൽ ഹിസാബില്ല, വിചാരണയില്ല. നേരെ സുഖലോക സ്വർഗത്തിലേക്ക് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് സുഖലോക സ്വർഗത്തിലേക്ക് എത്താമല്ലോ. സ്വർഗത്തിലെത്തിയാലും ഏത് മേഖലയിലും ദറജയിലും പാറിക്കളിക്കാനുള്ള അവസരം, മാത്രമല്ല ശഫാഅത്തിനുള്ള അധികാരം, ഒരുപാട് ഫദലുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുഹദാക്കൾക്ക് പരലോകത്ത് കിട്ടുന്ന 10 പ്രത്യേകതകൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. മുത്തുനബിയെ, എനിക്ക് ഷഹീദാവണം, ഈ യുദ്ധത്തിലെങ്കിലും എനിക്ക് ഷഹാദത്ത് കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. പക്ഷേ അന്നും മുത്തുനബി ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. മൂന്നാമത്തെ യുദ്ധവും വിജയിച്ചു, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഷഹീദായില്ല. മഹാനായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, മുത്തുനബിയേ, 3 തവണ ഞാൻ അങ്ങയോട് വളരെ കൊതിയോടെ ആഗ്രഹത്തോടെ ഷഹാദത്തിന് വേണ്ടി യാചിച്ചു, പറഞ്ഞു അങ്ങയോട് ദുആ ചെയ്യാൻ. പക്ഷേ ആ ഷഹാദത്തിന് അങ്ങ് ദുആ ചെയ്തില്ലല്ലോ. യാ റസൂലല്ലാഹ് മുർനി ബിഅമലിൻ ആഖുദുഹു അൻക യൻഫഉനില്ലാഹു ബിഹി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നാളെ പരലോകത്ത് വളരെ ഉപകാരമുള്ള, അല്ലാഹുവിന്റെ അടുത്ത് എനിക്ക് വളരെ ഉപകാരം കിട്ടുന്ന ഒരു നല്ല ഒരു അമൽ, ഷഹാദത്ത് അങ്ങ് എനിക്ക് പറഞ്ഞില്ല, ദുആ ചെയ്തില്ല. എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാനും റബ്ബിന്റെ തൃപ്തി കിട്ടാനും നല്ല ഒരു അമൽ പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അബാ ഉമാമ അലൈക ബിസ്സൗം ലിഅന്നഹു ലാ മിസ്ല ലാ. നീ നോമ്പ് നോറ്റോ അബൂ ഉമാമ, നോമ്പിന് തുല്യമായ മറ്റൊരു അമലുമില്ല. നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ, നിനക്ക് എളുപ്പത്തിൽ സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോമ്പിനെ പോലെ അത്ര വലിയ ഫദലുള്ള ഒരു അമലില്ല അബൂ ഉമാമ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തെ രേഖപ്പെടുത്തുകയാ. അന്ന് മുതൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് നോമ്പാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്കും മക്കൾക്കും നോമ്പാണ്. ആ വീട്ടുകാർക്ക് മുഴുവനും നോമ്പാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് പകൽ സമയത്തെങ്ങാനും പുക ഉയരുന്നത് കണ്ടാൽ സ്വഹാബത്തിന് മനസ്സിലാകും അബൂ ഉമാമയുടെ വീട്ടിലേതോ വിരുന്നുകാർ വന്നിട്ടുണ്ടെന്ന്. പകൽ സമയത്ത് റമളാൻ അല്ല, ഏത് കാലഘട്ടത്തിലും കാലം മുഴുവൻ, മാസങ്ങൾ മുഴുവനും, കൊല്ലം മുഴുവനും നോമ്പുകാരായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവും കുടുംബവും. കാരണം 3 തവണ ഷഹാദത്ത് ചോദിച്ചിട്ട് കിട്ടാത്ത ഒരു പദവി ലഭിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത അമലാണ് അസ്സൗം, നോമ്പ് എന്നത്. സുബ്ഹാനല്ലാഹ്, നോമ്പ് എന്ന അമലിന്റെ ഏറ്റവും വലിയ ഫദല് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെടുകയാ. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ നോമ്പ് യഥാർത്ഥ നോമ്പായി കബൂൽ ചെയ്യട്ടെ. മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു കഠിനമായ ചൂടുകാലത്ത് നോമ്പുകാരനായി കിടന്നുറങ്ങുകയാണ്. വളരെ ശക്തമായ ചൂടുള്ള കാലമാണ്. മുത്തുനബി പറഞ്ഞല്ലോ, ചൂട് കൂടിയ കാലത്തുള്ള നോമ്പിനാണ് ഏറ്റവും വലിയ പ്രതിഫലം. നോമ്പുകാരനായി ക്ഷീണം കൊണ്ട് പകൽ സമയത്ത് ഉറങ്ങിപ്പോയതാ. ആ സ്വപ്നത്തിൽ ഒരാളെ കണ്ടു. ഒരാൾ വന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ അബാ സുലൈമാൻ ദാറാനി. അബൂ സുലൈമാൻ എന്നവരെ അങ്ങേക്ക് സലാം അടക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ നോമ്പുകാരനാണല്ലേ? അതെ, ഞാൻ നോമ്പുകാരനാ. അങ്ങയുടെ ഇന്നത്തെ നോമ്പിന്റെ പ്രതിഫലം അങ്ങ് എനിക്ക് വിൽക്കുമോ? ഇന്നത്തെ നോമ്പ് എനിക്ക് അങ്ങ് കച്ചവടം ചെയ്യുമോ, വിൽക്കുമോ? 100,000 ദീനാർ, 1,00,000 സ്വർണ്ണ നാണയം അതിന് പകരം തരാം. 1,00,000 സ്വർണ്ണ നാണയം പകരം തരാം. നിങ്ങളുടെ ഇന്നത്തെ നോമ്പിന്റെ പ്രതിഫലം എനിക്ക് കച്ചവടം ചെയ്യുമോ? നിങ്ങൾ വിൽപ്പന നടത്തുമോ? അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ നോമ്പിന്റെ പ്രതിഫലം 1,00,000 ദീനാറല്ല, എത്ര കോടിക്കണക്കിന് തന്നാലും, ഈ ദുനിയാവിന് പകരം, ഈ ദുനിയാവിലെ സകല സ്വർണത്തിന്റെ കൂമ്പാരം തന്നാലും എന്റെ നോമ്പിന്റെ പ്രതിഫലം വിൽക്കാൻ ഞാൻ തയ്യാറല്ല. അബിയു സവാബ ബിദ്ദുനിയാ, ദുനിയാവിന് പകരം എന്റെ നോമ്പിന്റെ പ്രതിഫലം ഞാൻ വിൽക്കുകയോ? അപ്പോൾ ഇയാൾ ചോദിച്ചു, പിന്നെ എന്ത് വിലയാ നിങ്ങൾക്ക് വേണ്ടത്? ഒരു ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം വിൽക്കാൻ എന്ത് വിലയാ നിങ്ങൾക്ക് വേണ്ടത്? അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിന്നളിരി ഇലൽ മൗലാ, രാജാതിരാജനായ റബ്ബിനെ കാണണം. അല്ലാഹുവിന്റെ ലിഖാ, പടച്ച റബ്ബിന്റെ ലിഖാ എനിക്ക് പകരമായി കൂലിയായി തരുമോ? എന്നാൽ ഞാൻ എന്റെ നോമ്പിന്റെ പ്രതിഫലം വിൽക്കാമെന്ന് അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആ പ്രതിഫലം തരാൻ, ആ വില തരാൻ എനിക്കാവില്ല. എന്താണ് നോമ്പിന്റെ വില? ഒരു ദിവസത്തെ നോമ്പിന്റെ വില? അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ലിഖാ ആണ്, പടച്ച റബ്ബിന്റെ ലിഖാ. ആ വില തരാൻ എനിക്ക് കഴിയില്ല. ഫസ്സും ഫസൗഫ തറാഹു ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കിക്കോ. നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കിയാൽ രാജാതിരാജനായ റബ്ബിനെ നിങ്ങൾക്ക് കാണാം. സുമറഗ്ബതൻ ഫീ ഖൗലി റബ്ബിൻ ഖദ് ഗലാ അസ്സൗമു ലീ വഅന അല്ലദീ അജ്സീ ബിഹി. എന്തുകൊണ്ടാണ്? നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പടച്ച റബ്ബ് പറഞ്ഞത്. ചില മഹാന്മാർ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, അസ്സൗമു ലീ,
നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് നോമ്പുകാരനുള്ള പ്രതിഫലം എന്നെ നൽകലാണ്. നോമ്പുകാരനുള്ള പ്രതിഫലം ഞാൻ നൽകുക എന്നല്ല, നോമ്പുകാരനുള്ള പ്രതിഫലം ഞാൻ തന്നെയാണ്, എന്നെ അവന് നൽകലാണ് എന്ന് പറഞ്ഞാൽ എന്റെ ലിഖാ ആണ് എന്ന് വ്യാഖ്യാനിച്ച മഹാന്മാരുണ്ട്. ലിസ്വാഇമി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. നോമ്പുകാരന് രണ്ട് വലിയ സന്തോഷം, ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത്, മറ്റൊന്ന് രാജാതിരാജനായ റബ്ബിനെ കാണുമ്പോ, അള്ളാഹിനെ കാണുമ്പോ. രണ്ട് സന്തോഷത്തെ മുത്തനബി ചേർത്തി പറഞ്ഞു. എന്താ രണ്ട് സന്തോഷം? നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, വിശപ്പും ദാഹവും സഹിച്ച് നോമ്പ് തുറയുടെ നേരത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങളും കൊതിപ്പിക്കുന്ന മനോഹരമായ പഴവർഗ്ഗങ്ങളും നമ്മുടെ ദാഹം ശമിപ്പിക്കാനുള്ള മധുരപാനീയങ്ങളും കാണുമ്പോഴുള്ള സന്തോഷമാണോ? അല്ലല്ലോ. ഉണക്കക്കാരക്കയുടെ ഒരു ചീളും പച്ചവെള്ളവും മാത്രം നോമ്പ് തുറക്കാനുള്ള സ്വഹാബത്തിനോട്, അതേ കാരക്കയുടെ ഒരു കഷ്ണവും പച്ചവെള്ളവും അത്താഴം കഴിക്കാനും മാത്രമുള്ള മഹാന്മാരായ സ്വഹാബത്തിനോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, നോമ്പ് തുറക്കുമ്പോ ഉള്ള സമയത്തുള്ള സന്തോഷം അത് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന സന്തോഷമല്ല. പിന്നെയോ നോമ്പുകാരന്റെ രണ്ട് സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് തുല്യമാവണമല്ലോ. ഒന്ന് രാജാതിരാജനായ റബ്ബിന്റെ ലിഖാഇന്റെ സന്തോഷമാണ്. നോമ്പുകാരന്റെ ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹുവിനെ കാണലാണ്, പടച്ച റബ്ബിന്റെ ലിഖാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ സന്തോഷത്തോട് ഉപമിച്ചുകൊണ്ടാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷത്തെ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്താ നോമ്പ് തുറക്കുമ്പോൾ മുഅ്മിനിന്റെ സന്തോഷം? ഇത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. 2 മാസമായി ദുആ ചെയ്യുന്ന റബ്ബേ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ, റമളാനിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് റമളാൻ ശരീഫിലേക്ക് എത്തി. വളരെ വലിയ പ്രതിഫലമുള്ള ഒരു നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. രാജാതിരാജനായ റബ്ബിനെ കാണാൻ ഏറ്റവും വലിയ അവസരം കിട്ടുന്ന നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി നബി മൂസാ അലൈഹിസ്സലാം രാജാതിരാജനായ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ അക്രമനീ ബിത്തകലീം, അല്ലാഹുവേ നീ എന്നെ കലീമാക്കിയല്ലോ, നീ എന്നെ കലാമ കൊണ്ട് എന്നെ ബഹുമാനിച്ചല്ലോ റബ്ബേ. അല്ലാഹുവേ ഇത്രയും വലിയ സ്ഥാനം നീ മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ റബ്ബേ? എന്നെ പോലെയുള്ള ഈ പദവി നീ മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ? രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് മറുപടി പറഞ്ഞത്, മൂസാ അവസാനം വരുന്ന ഉമ്മത്തിന് ഞാൻ നൽകും എന്നാണ്, നൽകി എന്നല്ല. മൂസാ നബിയെ നിങ്ങളെ പോലെയുള്ള ഈ പദവി ഞാൻ മറ്റു പലർക്കും നൽകി എന്നല്ല, അവസാനം വരാൻ പോകുന്ന ഉമ്മത്തിന് ഞാൻ നൽകും. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് പടച്ച റബ്ബ് പറഞ്ഞു, ഞാൻ അവർക്ക് റമളാൻ എന്ന ഒരു മാസം നൽകും. ആ മാസത്തിൽ ഞാൻ അവരോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കും. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയത്ത് മൂസാ, ഞാൻ എന്റെയും അവരുടെയും ഇടയിലുള്ള 70,000 മറ മുഴുവനും നീക്കം ചെയ്യുമെന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല, രാജാതിരാജനായ അല്ലാഹുവും അവന്റെ പടപ്പുകളും തമ്മിലുള്ള മറകൾ 70,000 മറകളുണ്ട് എന്ന് പടച്ചവനാണ് മൂസാ നബിയോട് പറയുന്നത്. ഞാനും എന്റെ പടപ്പുകളും അവർക്കിടയിൽ 70,000 മറകളുണ്ട്. ആ മറകൾക്കപ്പുറത്താ ഞാനുള്ളത്. പക്ഷേ ഉമ്മത്ത് മുഹമ്മദ് അവസാന കാലം റമളാൻ ശരീഫിൽ നോമ്പ് നോറ്റ് അവർ ഇഫ്താറിന്റെ സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് എന്റെയും അവരുടെയും ഇടയിലുള്ള ഈ മറ മുഴുവനും ഒഴിവാക്കിയാൽ ദുആക്ക് നേർക്ക് നേരെ ഉത്തരം കിട്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇഫ്താറിന്റെ നേരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട്, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പദവികൾ റമളാൻ കൊണ്ട്, നോമ്പ് കൊണ്ട്, നിസ്കാരങ്ങളെ കൊണ്ട് മുത്തുനബിയുടെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ പ്രതിഫലങ്ങളുടെ ഏറ്റവും വലിയ ആ പോരിശയും പ്രതിഫലത്തിന്റെ ഔന്നത്യവും കണ്ടുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം പലപ്പോഴും ദുആ ചെയ്തത്, പടച്ചവനെ എന്നെ ഉമ്മത്ത് മുഹമ്മദിൽ ഉൾപ്പെടുത്തി തരുമോ എന്ന്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി നബി മൂസാ അലൈഹിസ്സലാം പോലും ആഗ്രഹിച്ചു, പടച്ചവനെ ഉമ്മത്ത് മുഹമ്മദിൽ ഒരാളാക്കി തരുമോ എന്നെ എന്ന്. എന്തുകൊണ്ട്? നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു മുഅ്മിൻ സത്യവിശ്വാസി സന്തോഷിക്കേണ്ടത് ഇതുകൊണ്ടാണ്. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള മറകൾ മുഴുവനും നീങ്ങിപ്പോയല്ലോ. എന്റെ ദുആ അല്ലാഹ് കേൾക്കുന്ന നേരമാണല്ലോ ഇഫ്താറിന്റെ സമയം. ലിസ്വാഇമി ഫർഹത്താനി, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി.
രാജാതിരാജനായ റബ്ബിന്റെ ലിഖാഉം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും പടച്ച റബ്ബ് മഹാനായ മുത്തുനബിയോട് അതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ രണ്ട് ഫർഹത്തും ചേർത്തി പറഞ്ഞതിന്റെ രഹസ്യം നമ്മൾ ചിന്തിക്കണം. ലിഖാഇന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രാജാതിരാജനായ റബ്ബിന്റെ ലിഖാഅ്, സുഖലോക സ്വർഗ്ഗത്തിലെ ആളുകൾ അള്ളാഹുവിനെ കണ്ടാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിൽ കയറി കഴിഞ്ഞാൽ രാജാതിരാജനായ റബ്ബ് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, സ്വർഗ്ഗക്കാരെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അധികമായി വേണോ? അല്ലാഹുവേ. അപ്പോൾ അവർ ചോദിക്കും, പടച്ചവനെ, അലം തുബയ്യിന്ന വുജൂഹനാ, പടച്ചവനെ നീ ഞങ്ങളുടെ മുഖങ്ങളൊക്കെ മനോഹരമായി പ്രകാശിപ്പിച്ചു തന്നില്ലേ? അലം തുദ്ഖിലനൽ ജന്ന, അല്ലാഹുവേ നീ ഞങ്ങളെ സുഖലോക സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലേ? പടച്ചവനെ, അലം തുൻജിയനാ മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും വലിയ തീജ്വാലകളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ അല്ലാഹ്? ഇത്രയും വലിയ പ്രതിഫലങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഴുവനും ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ എന്താണോ ആഗ്രഹിക്കാൻ കഴിഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിഞ്ഞാൽ മതി. ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്ന ഈ സുഖലോക സ്വർഗത്തിന്റെ നിഅമത്ത് പടച്ചവനെ നീ ഞങ്ങൾക്ക് തന്നില്ലേ? ഇനി എന്താ ഇതിനപ്പുറം ഞങ്ങൾക്ക് അറിയില്ല ചോദിക്കാൻ. ഇനി എന്താ ഇതിനപ്പുറം ഞങ്ങൾക്ക് നിഅമത്ത് കിട്ടാനുള്ളത്? അത് പറയുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫയുക്ശഫുൽ ഹിജാബ്, അല്ലാഹുവിന്റെയും അവന്റെ അടിമകളുടെയും ഇടയിലുള്ള മറയങ്ങ് നീക്കം ചെയ്യുമ്പോ ഫമാ ഉതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം തബാറക വ തആല, ഇതുവരെ കണ്ട നിഅമത്തുകൾ മുഴുവനും അവർ മറന്നു പോവുകയാണ്. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് രാജാതിരാജനായ റബ്ബിനെ കാണലാണെന്ന് അവർ മനസ്സിലാക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹനെ കണ്ടു കഴിഞ്ഞാൽ നസൂ നഈമൽ ജന്ന, സുഖലോക സ്വർഗ്ഗത്തിന്റെ നിഅമത്തുകൾ മുഴുവനും അവർ മറന്നു പോവുകയാ. ഇതുവരെ അനുഭവിച്ച സുഖങ്ങൾ മുഴുവനും മറന്നു പോവുകയാണ്. അവരുടെ കൊട്ടാരങ്ങളെ അവർ മറന്നു പോവുകയാ. അവരുടെ ഇണകളെ, അവരുടെ ഹൂറികളെ അവർ മറന്നു കളയുകയാ. സ്വർഗത്തിന്റെ നിഅമത്തുകൾ പോലും മറപ്പിച്ചു കളയുന്ന തരത്തില് ഏറ്റവും വലിയ മാധുര്യവും ആസ്വാദനവും നിറഞ്ഞ ആത്മീയമായ അനുഭവമാണ് അല്ലാഹുവിന്റെ ലിഖാഅ്. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഓതി ഒരായത്ത്, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വ സിയാദ, ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് ഏറ്റവും വലിയ പ്രതിഫലം, അധികരിപ്പിച്ചു കൊടുക്കുന്ന പ്രതിഫലം അത് അല്ലാഹുവിന്റെ ലിഖാഅ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി യുനസ്സൂന അൻ-നഈമ ഇദാ റഅൂഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇഅ്തിസാലി. സുഖലോക സ്വർഗത്തിന്റെ നിഅമത്തുകൾ പോലും മറന്നു കളയുന്ന കാഴ്ചയാണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് മൂന്ന് തരത്തിലുള്ള ലിഖാഉകളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന അഫ്ളല അഹ്ലിൽ ജന്ന, സുഖലോക സ്വർഗ്ഗത്തിലെ ഏറ്റവും പദവിയുള്ള ആളുകൾ മയ്യൻദുറു ഇലാ വജ്ഹില്ലാഹി തബാറക വ തആല കുല്ല യൗമിൻ മറത്തൈനി, എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ലിഖാഅ് രണ്ട് തവണ ലഭിക്കുന്നവരാണ്. സുഖലോക സ്വർഗ്ഗത്തിലെ ഏറ്റവും ഫضലുള്ള ആളുകൾ അല്ലാഹുവിന്റെ ലിഖാഅ് രണ്ട് തവണ ലഭിക്കുന്നവരാണ്. മറ്റൊരു വിഭാഗത്തെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, എല്ലാവർക്കും കിട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച, യൗമുൽ ജുമുഅ. സുഖലോക സ്വർഗ്ഗത്തിൽ യൗമുൽ ജുമുഅ എന്നത് യൗമുൽ മസീദാണ്. അന്ന് എല്ലാ ആളുകളെയും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. അല്ലാഹുവിന്റെ ലിഖാഅ് അവർ കാണുമ്പോ ആ ലിഖാഅ് കഴിഞ്ഞ് അവരവരുടെ ഇണകളിലേക്ക് മടങ്ങിപ്പോയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇണകൾ അവരെ സ്വീകരിക്കുമ്പോ പറയും, സലാം പറഞ്ഞ് ഇണകൾ തിരിച്ചു വരുമ്പോ പറയും, ലഖദ് ഖറജതും മിൻ ഇന്ദിനാ അലാ സൂറത്തിൻ, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മനോഹരമായ നല്ല രൂപത്തിലായിരുന്നു, പക്ഷേ വറജഅതും അലാ അഹ്സന മിൻഹാ, അതിനേക്കാൾ മനോഹരമായ രൂപത്തിലാണല്ലോ നിങ്ങൾ മടങ്ങി വന്നത്. അല്ലാഹനെ കണ്ടുവരുമ്പോ സൗന്ദര്യം വർദ്ധിച്ചു. പോകുന്ന സമയത്ത് വളരെ വലിയ സുന്ദരന്മാർ, കാരണം സുഖലോക സ്വർഗത്തിലെ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഏറ്റവും വലിയ സുന്ദരന്മാരും സുന്ദരിമാരെ കാണാൻ പോകുമ്പോൾ ഉള്ള സൗന്ദര്യത്തെക്കാൾ പടച്ച റബ്ബിനെ കണ്ട് തിരിച്ചു വരുമ്പോ അതിനേക്കാൾ സൗന്ദര്യം വർദ്ധിച്ചു എന്ന് ഈ ഇണകൾ പറയുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ ഫضലുള്ള മനോഹരമായ നോമ്പ്, ആ നോമ്പ് എന്നത് സത്യവിശ്വാസികൾക്ക് രാജാതിരാജനായ റബ്ബ് നൽകിയ ഏറ്റവും വലിയ നിഅമത്താ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് വ്യാഖ്യാനിച്ച് മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, അന്ന സിയാമ ലമ്മാ കാന സിർറൻ ബൈനൽ അബ്ദി വ റബ്ബി. നോമ്പ് എന്നതൊരു രഹസ്യമായ ഇബാദത്താണല്ലോ. അല്ലാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള മറ്റു സൃഷ്ടികൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത രഹസ്യമായ ഇബാദത്താണ് നോമ്പ്. ദുനിയാവിൽ അങ്ങനെ ഒരു രഹസ്യമായ ഇബാദത്തായപ്പോൾ അൽഹറഹുല്ലാഹു ഫിൽ ആഖിറ, നാളെ പരലോകത്ത് മഹ്ശറയിൽ അവരുടെ അമലിനെ അല്ലാഹു ഏറ്റവും കൂടുതൽ പരസ്യപ്പെടുത്തുമെന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. അനസ് റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, യഖ്റുജു സായിമൂന മിൻ ഖുബൂരിഹിം യുറഫൂന റീഹു അഫ്വാഹിഹിം. ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോഴേക്ക് നോമ്പുകാരുടെ വായയുടെ സുഗന്ധമാണ് മഹ്ശറയിലെ ഏറ്റവും വലിയ സുഗന്ധം, സുഖലോക സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഗന്ധം. സ്വർഗക്കാര് രാജാതിരാജനായ റബ്ബിനെ വിളിച്ചുകൊണ്ട് ചോദിക്കും, പടച്ചവനെ, റബ്ബനാ മാ വജദ്നാ റീഹൻ മുൻദു ദഖൽനൽ ജന്ന അത്യബ മിൻ ഹാദി. അല്ലാഹുവേ, ഇതേപോലെ ഒരു സുഗന്ധം ഞങ്ങൾ സ്വർഗത്തിൽ കയറിയതിനു ശേഷം അനുഭവിച്ചിട്ടില്ല. എവിടുന്നാണിത്? സ്വർഗക്കാര് പോലും അത്ഭുതത്തോടുകൂടെ എവിടുന്നാ? മിൻ റായിഹത്തി അഫ്വാഹിസ് സുവാം, നോമ്പുകാരുടെ വായിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സുഗന്ധമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ യഥാർത്ഥ നോമ്പുകാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹ്ശറ വൻസഭയിലേക്ക് നോമ്പുകാര് അർശിന്റെ ചുവട്ടിലേക്ക് വന്നാൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ കാവൽക്കാരനായ റിദ്വാൻ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാ, റിദ്വാൻ, എന്റെ നോമ്പുകാർ എനിക്ക് വേണ്ടി പട്ടിണി സഹിച്ചവർ, ദാഹം സഹിച്ചവർ, അവർ അർശിന്റെ ചോട്ടിൽ എത്തിയിട്ടുണ്ട് റിദ്വാൻ. അവർക്ക് ഏറ്റവും വലിയ സൽക്കാരം നടത്തണമെന്ന് പറയുമ്പോ സയ്യിദുനാ റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലെ മലായികത്തിനോട്, സ്വർഗ്ഗത്തിലെ കാവൽക്കാരായ മക്കളോട് മഹാനായ റിദ്വാൻ അലൈഹിസ്സലാം വിളിച്ചു പറയും, മക്കളെ, സ്വർഗീയ മാലാകമാരെ, സ്വർഗ്ഗ കാവൽക്കാരെ, പടച്ച റബ്ബിന്റെ കൽപ്പനയുണ്ട്, അല്ലാഹുവിന്റെ അർശിന്റെ ചോട്ടിൽ നോമ്പുകാരുണ്ട്, അവരെ സ്വീകരിക്കാൻ, അവർക്ക് പ്രത്യേകമായ സൽക്കാരം കൊടുക്കാൻ. ഈ മലായികത്തും സ്വർഗത്തിലെ പരിചാരകരായ കുട്ടികളും സുഖലോക സ്വർഗത്തിലെ സുപ്രകളും ഭക്ഷണ വിഭവങ്ങളും പാനീയങ്ങളുമായി ചെന്ന് നോമ്പുകാർക്ക് പ്രത്യേകമായ സൽക്കാരം അർശിന്റെ ചുവട്ടിൽ ഒരുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇഖ്തർതു സൗമദ് ദഹർ, കാലം മുഴുവൻ, കൊല്ലം മുഴുവനും നോമ്പിനെ ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ബിമാ സഅൽതു സിത്തത നഫരിൻ മിൻ സിത്തതി അശയാ, 6 വിഭാഗം ആളുകളോട് 6 കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു. അവര് മുഴുവനും ഒറ്റ മറുപടിയാണ് എനിക്ക് തന്നത്. മഹാനവറുകൾ പറഞ്ഞു, സഅൽതുൽ അതിബ്ബാ അൻ അഷ്ഫൽ അദ്വിയ, ഡോക്ടർമാരോട്, വൈദ്യന്മാരോട് ഞാൻ ചോദിച്ചു, ഏറ്റവും നല്ല മരുന്നെന്താണ്, ഏറ്റവും ശിഫ കിട്ടുന്ന മരുന്നേതാ? അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അൽ ജൂഉ വ ഖില്ലത്തുൽ അക്ൽ, തീറ്റ കുറക്കലാണ്, പട്ടിണി കിടക്കലാണ്. വസഅൽതുൽ ഹുകമാൻ അഅവനിൽ അശ്യാഇ അലാ തലബിൽ ഹിക്മ, ഹിക്മത്തിന്റെ ആളുകളോട്, ഹക്കീമുകളോട്, ഹുക്കമാക്കളോട് ഞാൻ ചോദിച്ചു, ഹിക്മത്ത് കിട്ടാൻ ഏറ്റവും നല്ല വഴി എന്താ? അവര് പറഞ്ഞു, അൽ ജൂഉ വ ഖില്ലത്തുൽ അക്ൽ. ആബിദീങ്ങളോട്, അള്ളാന്റെ മുന്നിൽ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളോട് ഞാൻ ചോദിച്ചു, സഅൽതുൽ ഉബാദാൻ അൻഫഇൽ അശ്യാഅ ഫീ ഇബാദത്തിർ റഹ്മാൻ, പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്ന കാര്യം എന്താ? അവരും മറുപടി പറഞ്ഞു, അൽ ജൂഉ വ ഖില്ലത്തുൽ അക്ൽ. സാഹിദീങ്ങളോട് ഞാൻ ചോദിച്ചു, ഏറ്റവും നല്ല സുഹുദിന്റെ വഴി എന്താ? സുഹുദിന്റെ വഴിയിലേക്ക് പോകാൻ ഉപകാരം കിട്ടുന്ന ഏറ്റവും നല്ല വഴി എന്താ? അവരും പറഞ്ഞു ഇതേ മറുപടി. ഏറ്റവും നല്ല ഉപകാരം കിട്ടുന്ന കാര്യം എന്താ? ആലിമീങ്ങളോട് ചോദിച്ചു, അവരും ഇതേ മറുപടി പറഞ്ഞു. അവസാനം രാജാക്കന്മാരോട് ഞാൻ ചോദിച്ചു, അൻ അത്യബിൽ ഇദാമി വൽ അഗ്ദിയ, ഏറ്റവും നല്ല ഭക്ഷണ വിഭവങ്ങൾ ഏതാ? ഏറ്റവും നല്ല ഭക്ഷണ വിഭവങ്ങൾ ഏതാ? അവരും മറുപടി പറഞ്ഞു, അൽ ജൂഉ വ ഖില്ലത്തുൽ അക്ൽ. മഹാനായ മുഹമ്മദ് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ 6 വിഭാഗം ആളുകൾ അവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തത് നോമ്പാണ്. ഞാനും ആ നോമ്പിനെ തിരഞ്ഞെടുത്തു. അസ്സൗമു ജന്നത്തു അഖ്വാമിൻ മിനന്നാരി വസ്സൗമു ഹിസ്നുൻ ലിമൻ യഖ്ശാ മിനന്നാരി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ
على حبيبك خير الخلق كلهم والصوم ستر لأهل الخير كلهم الخائفين من الأوزار والعار مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നരകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പരിചയമാണ് നോമ്പ്. നരകത്തെ ഭയപ്പെടുന്നവർക്ക് ഏറ്റവും വലിയ സുരക്ഷാ മാർഗമാണ് നോമ്പ്. ഏറ്റവും വലിയ ഖൈർ ആഗ്രഹിക്കുന്നവർക്കുള്ള മറയാണ് നോമ്പ്. പാപങ്ങളെ ഭയപ്പെടുന്നവർക്കുള്ള ഏറ്റവും വലിയ സുരക്ഷാ മാർഗമാണ് നോമ്പ്. വശഹറു ശഹറു ഇലാഹിൽ അർശി മൻ ബിഹി റബ്ബുന റഹീമുൻ ലിസിഖലിൽ വിസ്രി സത്താരി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം فصام فيه رجال يربحون به ثوابهم من عظيم الشأن غفاري مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فأصبحوا في جنان الخلد قد نزلوا من بين حور وأشجار وأنهار مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സുഖലോക സ്വർഗത്തിലെ ഹൂറികൾ കാത്തിരിക്കുന്ന നോമ്പുകാരാവാൻ രാജാതിരാജനായ റബ്ബിന്റെ ലിഖാ അതിനുവേണ്ടി ഏറ്റവും വലിയ ഭാഗ്യം കിട്ടുന്ന നോമ്പുകാരാവാൻ അർശിന്റെ ചോട്ടിലെ ഏറ്റവും വലിയ സൽക്കാരം കിട്ടുന്ന നോമ്പുകാരാവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ യഥാർത്ഥ നോമ്പുകാർക്കാണ് ലിസ്വാഇമി ഫർഹത്താനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. ഏറ്റവും വലിയ രണ്ട് സന്തോഷങ്ങളും അല്ലാഹനെ കാണുമ്പോ മറ്റൊന്ന് നോമ്പ് തുറക്കുമ്പോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അസ്സൗമു നിസ്ഫുസ് സബർ, ക്ഷമയുടെ പകുതിയാണ് നോമ്പ് എന്നത്. സബറോ ക്ഷമയോ, അസ്സബറു നിസ്ഫുൽ ഈമാൻ, ഈമാന്റെ പകുതിയാണ് സബർ ക്ഷമ എന്നത്. ആ ക്ഷമയുടെ ആളുകൾക്കാണ് കണക്കില്ലാത്ത പ്രതിഫലം. ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലമാണ് സ്വാബിരീങ്ങൾക്ക്. അത് നോമ്പുകാരാണ് എന്ന് വ്യാഖ്യാനിച്ച മഹാന്മാരുണ്ട്. കാരണം നോമ്പ് എന്നത് സബറിന്റെ എല്ലാ മേഖലകളും ഒത്തുചേരുന്നതാണ്. 3 തരത്തിലാണ് ക്ഷമ എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഒന്ന്, അസ്സബ്റു അലാ തഅത്തില്ലാഹ്, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ വഴിപ്പെടാനുള്ള ക്ഷമ അത് നോമ്പിലുണ്ട്. കാരണം അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് എല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നത്, ക്ഷമയോടെ കാത്തിരിക്കുന്നത്. രണ്ടാമത്തത് അസ്സബ്റു അനിൽ ഹറാം, ഹറാമായ കാര്യങ്ങളെ തൊട്ട് ക്ഷമിക്കുക. ഹറാമിൽ നിന്ന് ക്ഷമിക്കുക എന്നത് ക്ഷമയുടെ മറ്റൊരു ഭാഗമാണ്. അതും പരിശുദ്ധമായ നോമ്പിലുണ്ട്. ഹറാമുകളിൽ നിന്ന് മുഅ്മിൻ മാറി നിൽക്കുകയാണ്. 3, അലാ ഖദാരില്ല, അല്ലാഹ് കണക്കാക്കിയ പടച്ച റബ്ബിന്റെ ഖദാ ഖദറുകൾ, അല്ലാഹുവിന്റെ വിധികളിൽ ക്ഷമിക്കുക എന്നത് അതും പരിശുദ്ധമായ നോമ്പിലുണ്ട്. 3 ക്ഷമയും മുത്തിണങ്ങിയതാ. അതുകൊണ്ടാണ് ക്ഷമയുടെ പകുതിയാണ് നോമ്പ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ത്യാഗത്തിന്റെ, കഷ്ടപ്പാടുകളുടെ, വളരെ ശക്തമായ പരിശീലനങ്ങളുടെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞതെന്താ? അസ്സൗം എന്നല്ല, മറിച്ച് അസ്സിയാം എന്നാണ്. നോമ്പ് എന്നത് ഒന്നല്ല, അത് പലതാണ്, നോമ്പുകളാണ്. കണ്ണിന്റെ നോമ്പുണ്ട്, കാതിന്റെ നോമ്പുണ്ട്, ഓരോ അവയവങ്ങളുടെ നോമ്പുകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ മിക്കവാറും ഖുർആൻ പറഞ്ഞത് അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്നാണ്. അഖീമുസ്സലാ വയുഖീമൂനസ്സലാ, അസ്സലാ 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 എന്നാണ്. അസ്സലവാത്ത് എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. പക്ഷെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴോ അസ്സൗം എന്നല്ല പറഞ്ഞില്ല, അസ്സിയാം, നോമ്പുകൾ. മഹാന്മാർ അതിന് പല വ്യാഖ്യാനങ്ങൾ നൽകിയതിലൊന്ന് നിങ്ങളുടെ എല്ലാ അവയവങ്ങളുടെയും നോമ്പാണത്. ഇമാം ഗസ്സാലി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ 3 തരത്തിലാ നോമ്പുകൾ. സൗമുൽ അവാം, സാധാരണക്കാരന്റെ നോമ്പ്, അത് സൗമുൽ ബത്ൻ, വയറിന്റെ നോമ്പാ.
മഹാന്മാരുടെ പ്രത്യേകക്കാരുടെ സൗമുൽ ഖവാസ്, അത് സൗമുൽ അഅ്ലാ, അത് എല്ലാ അവയവങ്ങളുടെയും നോമ്പാ. വസൗമു ഖവാസുൽ ഖവാസ്, പ്രത്യേകക്കാരിൽ ഏറ്റവും വലിയ പ്രത്യേകക്കാരായ മഹാന്മാരുടെ നോമ്പ് അത് സൗമുൽ ഖൽബ്, ഖൽബിന്റെ നോമ്പാണ്. അഹ്ലുൽ ഖുസൂസി മിനാ സുവാമി സൗമുഹും സൗനുൽ ലിസാനി അനിൽ ബുഹ്താനി വൽ കദിബി. അവയവങ്ങളുടെ മുഴുവനും നോമ്പാണ്. നാക്കിനെയും അതേപോലെ കണ്ണിനെയും കാതിനെയും ഓരോ അവയവങ്ങളെയും സൂക്ഷിക്കേണ്ട നോമ്പാണ് അഹ്ലുൽ ഖുസൂസ്, അവരുടെ നോമ്പ്. വൽ ആരിഫൂന വഅഹ്ലുൽ ഉൻസി സൗമുഹും സൗനുൽ ഖുലൂബി അനിൽ അഗ്യാരി വൽ ഹുജുബി. ആരിഫീങ്ങളുടെ നോമ്പോ അത് ഖൽബിന്റെ നോമ്പാണ്. ആ നോമ്പിലേക്കാണ് നമ്മുടെ നോമ്പ് എത്തിച്ചേരേണ്ടത്. അതുകൊണ്ടാണ് പടച്ചറബ് ഖുർആനിൽ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി തീരുന്നതിന് വേണ്ടി. തഖ്വ എവിടെയാ? അത്തഖ്വ ഹാഹുന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തഖ്വ ഇവിടെയാണ്. തഖ്വ വയറിലാണ് എന്നല്ലല്ലോ പറഞ്ഞത്. തഖ്വ വായയിലാണ്, കണ്ണിലാണ്, കാതിലാണെന്നല്ലല്ലോ പറഞ്ഞത്. നമ്മുടെ സാധാരണക്കാരന്റെ നോമ്പ് വെറും വയറിന്റെ നോമ്പാണ്. പിന്നെയോ കുറച്ചുകൂടെ ഉന്നതിയിലേക്ക് എത്തിയാൽ, ഒരു ദറജ കൂടെ ഉയർന്നാൽ അവയവങ്ങളുടെ നോമ്പായി. അതിനേക്കാൾ ഉയർന്നാലോ ഖൽബിന്റെ നോമ്പായി. അവിടേക്ക് എത്തണം മുഅ്മിൻ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി തീരാൻ. കാരണം തഖ്വ എന്നത് ഇവിടെയാണ്, ഖൽബിലാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ എല്ലാ ഹുർമത്തും കാത്തു സൂക്ഷിച്ച് നോമ്പെടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പിനെ ആരെങ്കിലും കളങ്കപ്പെടുത്തിയാലോ, പാപങ്ങൾ ചെയ്യാനുള്ള പല സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സരിഖ ഫീ റമളാൻ, റമളാനിൽ ആരെങ്കിലും മോഷണം നടത്തിയാൽ, കളവ് നടത്തിയാൽ, ഔ സന അല്ലെങ്കിൽ വ്യഭിചാരം നടത്തിയാൽ, ഔ ഗസബ അല്ലെങ്കിൽ ഒരു പിടിച്ചുപറി നടത്തിയാൽ, ഔ ഇൻദകഹ ഹറാമൻ ഔ ശരിബ ഖംറൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാമ് റമളാനിന്റെ ഹുർമത്തിനെ പൊളിച്ചു കളഞ്ഞ്, അല്ലെങ്കിൽ മദ്യപിച്ചു കള്ളു കുടിച്ചു, ഔ തഅദ്ദാ ദുൽമൻ എന്തെങ്കിലും ഒരു അതിക്രമം കാണിച്ചാൽ, ലം യതഖബ്ബലില്ലാഹു മിന്നു സർഫൻ വലാ അദ്ല, അവന്റെ പിന്നെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ ഒരു ഇടപാടും പടച്ച റബ്ബ് കബൂലാക്കൂല. ഒന്നും അവന്റെ നിസ്കാരവും അവന്റെ ദിക്റും ഒന്നും പിന്നെ പടച്ച റബ്ബിന് വേണ്ട. കാരണം പരിശുദ്ധമായ റമളാനിൽ അവൻ കൊടും പാപങ്ങൾ ചെയ്തവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലഅനഹു ഹുവ, അല്ലാഹു അവനെ ശപിച്ചുകൊണ്ടിരിക്കും, വമലായികത്തുഹു, പടച്ച റബ്ബിന്റെ മലായികത്തും, ഇലാ മിസ്ലിഹി മിനൽ ഹൗൽ, അടുത്ത കൊല്ലം വരെ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബിന്റെ ശാപം അടുത്ത റമളാൻ വരെ ശാപം ഏറ്റുകൊണ്ടേയിരിക്കുന്ന അള്ളാന്റെയും മലായികത്തിന്റെയും ശാപം. റമളാനിന്റെ ബഹുമാനത്തെ പൊളിച്ചു കളഞ്ഞ്, റമളാനിലാ മദ്യപിച്ചത്, റമളാനിലാ വ്യഭിചരിച്ചത്, റമളാനിലാ കള്ളുകുടിച്ചത്, റമളാനിലാണ് തമ്മാടിത്തരം ചെയ്തത്, പിടിച്ചവർ നടത്തിയത്, വഞ്ചന നടത്തിയത്, ചതി നടത്തിയത്, അള്ളാഹു പൊറുക്കാത്ത തെറ്റ് ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളായാൽ, ഖിയാമത്ത് നാളിൽ ഞാൻ മീസാൻ എന്ന തുലാസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ മുത്തനബി പറയും, ബൈനമാ അന വാഖിഫുൻ ഇൻദൽ മീസാൻ ഫയുതാ ബിശാബിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ മലായികത്ത് കൊണ്ടുവരികയാ. വൽ മലായികത്തു യദ്രിബൂന വജ്ഹൻ വദ്ബറാ, അവന്റെ മുന്നിലേക്കും പിറകിലേക്കും മലായികത്ത് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കാണുമ്പോ ആ ചെറുപ്പക്കാരൻ നിലവിളിക്കും, മുത്തനബിയെ എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോ, യാ റസൂലല്ലാഹ് അൽ മുസ്തഗാസ് അൽ മുസ്തഗാസ്, മുത്തനബിയെ എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കും മലായികത്തിനോട്, യാ മലായികത്ത് റബ്ബി, എന്റെ റബ്ബിന്റെ മലായികത്തെ, മാദംബു, ഇവന്റെ പാപം എന്താണ്, ഇവൻ ചെയ്ത തെറ്റെന്താണ്? അപ്പോൾ അവർ പറയും, അദ്റക ശഹ്റു റമളാൻ, അല്ലാഹുവിന്റെ റസൂലേ റമളാൻ മാസം എത്തിയിട്ട്, എന്നിട്ട് ഫഅസല്ലാഹ ഫീഹി, റമളാനിൽ പാപം ചെയ്ത പാപിയാണ് ഇവൻ, വലം യതുബ്, അവൻ തൗബ ചെയ്തതുമില്ല. അപ്പോൾ ഫഅഖദഹുല്ലാഹു ഫുജ്അതൻ, അവനെ പെട്ടെന്ന് അല്ലാഹു മരിപ്പിച്ചു. ഈ ചെറുപ്പക്കാരന് ആയുസ് അല്ലാഹു കൊടുത്തില്ല. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന മഹാന്മാര് പറയുന്നുണ്ട്, റമളാനിനെ നിന്ദിച്ചുകൊണ്ട് ആരെങ്കിലും പാപം ചെയ്താൽ അത് പെട്ടെന്ന് മരിച്ചു പോകാൻ കാരണമാകും, പടച്ച റബ്ബ് അവനെ പെട്ടെന്ന് പിടികൂടുമെന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് മഹാന്മാര് പറയുന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിക്കും, മോനെ, ഹൽ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ ഓതിയിരുന്നില്ലേ? നിനക്ക് ഖുർആൻ അറിയാമായിരുന്നില്ലേ? ഖുർആനിന്റെ വാളുകൾ നീ കേട്ടിരുന്നില്ലേ? നീ പടച്ച റബ്ബിന്റെ കൽപ്പനകൾ നിനക്ക് അറിയാമായിരുന്നില്ലേ?
അപ്പോൾ ഇവൻ പറയും, മുത്തനബിയെ, ഞാൻ പഠിച്ചിരുന്നു, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാമായിരുന്നു, ഞാൻ വാളുകളൊക്കെ കേട്ടിരുന്നു, പക്ഷെ വനസീതു, ഞാൻ അതൊക്കെ വിസ്മരിച്ചു, മറന്നു കളഞ്ഞു, ഞാൻ പാപം ചെയ്തു നബിയെ. അള്ളാന്റെ റസൂലേ, എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം റബ്ബിനോട്. അള്ളാന്റെ റസൂല് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തും, പടച്ചവനെ, ഇലാഹി ശാബും മിൻ ഉമ്മത്തി, പടച്ചവനെ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് എന്റെ ശഫാഅത്ത് നീ സ്വീകരിക്കണം. അപ്പോൾ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടച്ച റബ്ബിന്റെ മറുപടി, നബിയെ, അങ്ങ് ശഫാഅത്ത് ചെയ്തു, ഞാൻ തട്ടിക്കളയാറില്ല. അങ്ങ് ശഫാഅത്ത് ചെയ്യുമ്പോ ഞാൻ തട്ടിക്കളയാറില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അങ്ങ് ശഫാഅത്ത് ചെയ്യുമ്പോ അള്ളാന്റെ റസൂലിനോട് പടച്ച റബ്ബ് പറയുകയാ, നബിയെ, ഇന്ന ലഹു ഖസ്മൻ ഖവിയ്യ, ഇവന്റെ എതിരാളി വളരെ ശക്തനാണ് നബിയെ, ഇവന്റെ എതിരാളി വളരെ ശക്തനാണ്. അപ്പൊ മുത്തനബി ചോദിക്കും, വമാ ഖസ്മുഹു യാ റബ്ബ്, പടച്ചവനെ, ആരാണ് ഇവന്റെ എതിരാളി, ആരാണ് ഇവന്റെ പ്രതിയോഗി? അപ്പോൾ പടച്ച റബ്ബ് പറയും, ഖസ്മുഹു ശഹ്റു റമളാൻ, ഇവന്റെ എതിരാളി റമളാനാണ്. ഈ റമളാനിനെയാണ് ഇവൻ നിന്ദിച്ച് പാപം ചെയ്തത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ശഫാഅത്ത് ചെയ്യണ്ട എന്ന് പടച്ച റബ്ബ് പറയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഈ പുണ്യമായ റമളാൻ അതിന്റെ എല്ലാ ആത്മീയതയും ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരായി ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നമ്മുടെ ശൈഖുന പറഞ്ഞല്ലോ, പരിശുദ്ധമായ റമളാന്റെ പ്രത്യേകതയാണ് ഖുർആൻ, ഖുർആനിന്റെ പ്രത്യേകതയാണ് റമളാൻ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഒരു മാസത്തിന്റെ പ്രത്യേകത ഖുർആനാണ്. എന്താ റമളാന്റെ പ്രത്യേകത? അത് പരിശുദ്ധമായ ഖുർആനാ. എന്താ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത? അത് ഖുർആനാ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് സൂറത്തുൽ ഖദ്ർ. പക്ഷേ അവിടെയും സത്യത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്താണ്, അൽ ഖാരിയത്തു മൽ ഖാരിയ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങൾ പറഞ്ഞതുപോലെ, ആദ്യം തന്നെ ഈ കാര്യം ലൈലത്തുൽ ഖദ്ർ എന്താണ് എന്ന് പടച്ച റബ്ബ് വിശദീകരിക്കാതെ ആദ്യം പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. പിന്നെ ഖുർആന്റെ വിശദീകരണമല്ല, ഖുർആന്റെ ഫളായിലുകളല്ല, ലൈലത്തുൽ ഖദ്റിന്റെ ഫളലുകളാ. പക്ഷേ ലൈലത്തുൽ ഖദ്റിന്റെ ഫളൽ എന്താ? ഖുർആനാണ്. ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാ ലൈലത്തുൽ ഖദ്റിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹ്, അവരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാര്. ഈ പുണ്യമായ റമളാൻ ശരീഫിൽ ധാരാളം ഖുർആൻ ഓതാനും ഖുർആനിന്റെ അഹ്ലുകാരെന്ന പദവി കരസ്ഥമാക്കാനും പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമളാന്റെ രണ്ട് ശഫാഅത്ത് ഒരു ഹദീസിൽ മുത്തനബി പറഞ്ഞു, ഒന്ന് റമളാൻ ശഫാഅത്ത് ചെയ്യും, മറ്റൊന്ന് ഖുർആൻ ശഫാഅത്ത് ചെയ്യും. എന്താ റമളാന്റെ ശഫാഅത്ത്? റമളാൻ ശഫാഅത്ത് ചെയ്യുന്നത്, പടച്ചവനെ, പട്ടിണി കിടന്നു ദാഹം സഹിച്ചു, മനഅതുഹു തആമ വശറാബ്, ഇവന്റെ ഭക്ഷണപാനീയങ്ങൾ ഞാൻ തടഞ്ഞു, ഫശഫ്ഇനി ഫീ, എന്റെ ശഫാഅത്ത് സ്വീകരിക്കണമെന്ന റമളാന്റെ ശഫാഅത്ത്. ഖുർആന്റെ ശഫാഅത്തോ? ഖുർആന്റെ ശഫാഅത്ത് റമളാനിൽ, പടച്ചവനെ, യാ റബ്ബ് മനഅതുഹുൻ നൗം, ഇവന്റെ ഉറക്ക് ഞാൻ തടഞ്ഞു എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, റമളാനിൽ രാത്രി ഉറക്കൊഴിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നതിന് ഏറ്റവും വലിയ ഫضലുണ്ട്. റമളാനിൽ ഖുർആന്റെ ശഫാഅത്ത് മുത്തനബി പറഞ്ഞത്, മനഅതുൻ നൗം, അവന്റെ ഉറക്ക് ഞാൻ തടസ്സപ്പെടുത്തി, അതുകൊണ്ട് എന്റെ ശഫാഅത്ത് സ്വീകരിക്കണേ റബ്ബേ എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇമാം, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, എല്ലാ റമളാനിലും 60 ഖത്തം ഓതി തീർക്കും, എല്ലാ ദിവസവും 2 ഖത്തം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, റമളാൻ ആയാൽ അതിന്റെ നേരെ ഇരട്ടി ഒരു ദിവസം 4 ഖത്തം ഓതിയിരുന്നു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് മഹാനവരുടെ ചരിത്രത്തിൽ കാണാം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കിടക്കുന്ന, മഹാനവറുകൾ മരണപ്പെട്ട സ്ഥലത്ത്, മഹാനവറുകളുടെ ഖബറുള്ള സ്ഥലത്ത് 7000 തവണ അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഖത്തം ഓതിയിട്ടുണ്ട് എന്നാണ് മഹാനുഭാവന്റെ ചരിത്രം. ഖുർആനിന്റെ ആളുകൾ, ഖുർആനിനെ അങ്ങേയറ്റം സ്നേഹിച്ചവർ, ഖുർആൻ ധാരാളം പാരായണം ചെയ്തവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന്റെ അഹ്ലുകാരാവാൻ, അവരാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാർ. ഖുർആൻ ഓതുന്നവർ, ഖുർആൻ പഠിക്കുന്നവർ, ഖുർആനിലൂടെ ചിന്തിക്കുന്നവർ, ഖുർആനിനെ ബഹുമാനിക്കുന്നവർ, ഖുർആനിന്റെ ആളുകൾ, മഹാന്മാരായ ഉലമാഇന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവർ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ പരിശുദ്ധമായ മുസഹഫ് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ രാത്രി ഉറങ്ങിയാൽ, ഞാൻ കീഴ്വായു പോലത്തെ കാര്യങ്ങൾ സംഭവിച്ചാൽ ഈ റൂമിൽ മുസഹഫ് ഇരിക്കുമ്പോ അത് ബഹുമാനക്കുറവല്ല, അതവ് കേടല്ലേ എന്ന് മനസ്സിലാക്കി ബെഡ്റൂമിൽ മഹാന്മാര് മുസഹഫ് സൂക്ഷിക്കുമായിരുന്നില്ല. ഭാര്യയുമായി ബന്ധപ്പെടുന്ന റൂമിൽ, കാരണം ശാരീരിക ബന്ധം നടക്കുന്ന ആ റൂമിൽ മുസഹഫ് വെക്കുമായിരുന്നില്ല. കാരണം അതൊക്കെ മുസഹഫിനോട്, ഖുർആനിനോടുള്ള അതബ് കേടായി മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ട്,
എന്റെ വീട്ടിൽ ഞാൻ ഖുർആൻ സൂക്ഷിച്ചത് ഞാൻ നിസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ഒരു റൂമിലാണ്. പക്ഷേ ആ റൂമിലേക്ക് 30 കൊല്ലമായി ഞാൻ വുളു ഇല്ലാതെ കയറിയിട്ടില്ല. കാരണം അവിടെ മുസഹഫ് ഉണ്ട് എന്ന കാരണത്താൽ. മുസഹഫ് തൊടാൻ വുളു നിർബന്ധമാണ്, അതല്ല പറയുന്നത്. എന്റെ വീട്ടിൽ മുസഹഫ് സൂക്ഷിച്ചു വെച്ച ആ റൂമിലേക്ക് കയറാൻ പോലും 30 കൊല്ലമായി ഞാൻ വുളു ഇല്ലാതെ ഞാൻ ആ റൂമിലേക്ക് കയറിയിട്ടില്ല. മുസഹഫിനെ, ഖുർആനിനെ അത്രയേറെ ബഹുമാനിച്ച് ആദരിച്ച മുൻഗാമികൾ, മഹാന്മാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതമാണ്. എന്തുകൊണ്ട്? 1,24,000 മഹാന്മാരായ അമ്പിയാക്കൾ, അവർക്കൊക്കെ ധാരാളം മോജിസത്തുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ലക്ഷക്കണക്കിന് മോജിസത്തുകൾ. ആ നബിമാരുടെ മുഴുവനും അമ്പിയ മുർസലുകളുടെ മോജിസത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മോജിസത്തുകൾ മുത്തുനബിയുടെ മോജിസത്തുകളാണ്. അള്ളാഹുവിന്റെ റസൂലിന് 3000-ലധികം മോജിസത്തുകൾ ഉണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ. അള്ളാഹുവിന്റെ റസൂലിന്, മുത്തുനബിക്ക് 6000-ലധികം വരുന്ന മോജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേറെ ചില പണ്ഡിതന്മാർ. ആ അമ്പിയാക്കളുടെ മുഴുവനും മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോജിസത്തുകൾ മുത്തുനബിയുടെ മോജിസത്തുകളാണല്ലോ. കാരണം അത് റസൂലുള്ളാഹിന്റെ മോജിസത്തുകളാണ് എന്ന കാരണത്താൽ ആ മോജിസത്തുകളിൽ ഏറ്റവും വലിയ മോജിസത്ത് പരിശുദ്ധമായ ഖുർആനാണ്. എന്തുകൊണ്ട്? ഖുർആനിന്റെ ഉള്ളിൽ 60,000 മോജിസത്തുകളുണ്ട് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ഖുർആൻ? കേവലം ഒരു കടലാസും ഈ ഏടുകളും പുസ്തകങ്ങളുമാണോ? ഈ പേജ് നമ്പറുകളും അധ്യായങ്ങളുമാണോ? അതിനപ്പുറം അല്ലാഹുവിന്റെ കലാമ് പരിശുദ്ധമായ ഖുർആനിൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അത്ഭുതങ്ങൾ, ഏജാസുകൾ. ബഹുമാനപ്പെട്ട ഉലമാ പറയുന്നു 60,000-ലധികം മോജിസത്തുകൾ, 6000-ലധികം ആയത്തുകളാണ് ഖുർആനിലുള്ളത്. അപ്പോൾ 60,000-ലധികം മോജിസത്തുകൾ ഉണ്ടാകണമെങ്കിൽ ഓരോ ആയത്തിലും 10 മോജിസത്തുകൾ. അപ്പോൾ എന്താണ് ഖുർആൻ? ഖുർആനിന്റെ അത്ഭുതം മഹാത്ഭുതമാണ്. ബഹുമാനപ്പെട്ട മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു മഹാനവറുകള് ദൗസ് ഗോത്രത്തിലെ വലിയ വളരെ ഉന്നതനായ ഗോത്രത്തലവനും വളരെ അറിയപ്പെട്ട കവിയുമായിരുന്നു. ദൗസ് ഗോത്രത്തിലെ അറിയപ്പെട്ട കവിയാണ് തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. പിന്നീട് സ്വഹാബിയാവുകയാ. മക്കയിലേക്ക് കടന്നു വരുമ്പോ മക്കയുടെ അതിർത്തിയിൽ ചെന്ന് ഖുറൈശ് തലവന്മാര് സ്വീകരിച്ചു. കാരണം അന്ന് അറബി കവികൾക്ക് ഏറ്റവും വലിയ ബഹുമാനമുള്ള കാലമാണ്. ഏത് ഗോത്രത്തിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും അറബി കവികൾ ഏറ്റവും വലിയ സാഹിത്യ സാമ്രാട്ടുകളുടെ കാലമാണല്ലോ. ഇമ്രുൽ ഖൈസിന്റെയും തറഫയുടെയും ലബീദിന്റെയും കാലം, സബൂൽ മുഅല്ലഖാത്തിന്റെ കാലം, ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടികൾ കഅബാലയത്തിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിരുന്ന കാലം. ഗോത്ര തലവന്മാരെക്കാൾ എല്ലാവരും കവികളെ, അറബി കവികളെ പേടിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന കാലം. ദൗസ് ഗോത്രത്തിൽ അറിയപ്പെട്ട കവിയാണ് കടന്നു വരുന്നത്. ഖുറൈശി തലവന്മാര് മക്കയുടെ അതിർത്തിയിൽ പോയി സ്വീകരിച്ചു. നല്ല ഒരുക്കിയ ഒട്ടകക്കട്ടിലൊരുക്കി ഒട്ടകപ്പുറത്ത് തോരണങ്ങൾ കെട്ടിയിട്ട് അബൂജഹലിന്റെ നിർദ്ദേശം അനുസരിച്ച് ഖുറൈശി നേതാക്കൾ സ്വീകരിച്ചു കൊണ്ടുവരികയാ. തുഫൈലിനെ കൊണ്ടുവരുമ്പോ അവർ പറഞ്ഞു, പ്രിയപ്പെട്ട തുഫൈലെ, നിങ്ങൾക്ക് മക്കയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നിങ്ങൾക്ക് പല സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോ ഒരു വേദനയുടെ കാലത്താണ്. എന്താ നിങ്ങളുടെ വേദന? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ലാത്തയും മനാത്തയും ഉസ്സയും ഞങ്ങളുടെ ഹുബുലുൽ അലയും ഞങ്ങളുടെ ദൈവങ്ങൾ, ഞങ്ങളുടെ ബിംബങ്ങളെ മുഴുവനും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മുഹമ്മദ് എന്ന പേരുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ഒരാശയവുമായി കടന്നു വന്നിരിക്കുകയാ. പല ആളുകളും അയാളെ പിൻപറ്റുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്ന മോശമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരൊക്കെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തുഫൈലെ, ഞങ്ങൾ ബേജാറില്ല. തുഫൈൽ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവർ പറഞ്ഞു, തുഫൈലെ, നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ മക്കയിലേക്ക് വന്നാൽ ഒരിക്കലും മുഹമ്മദിനെ കാണരുതേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, ഞാൻ കാണൂല. എവിടെന്നെങ്കിലും കണ്ടാൽ പിന്നെ തുഫൈലെ നിങ്ങൾ രണ്ടാമത് നോക്കരുത്, രണ്ടാമത് മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കരുത്. അവർ പറയുകയാ. പിന്നെ പറഞ്ഞു, ആ മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. ആ മുഹമ്മദ് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കരുത്, കാണരുത്, സംസാരിക്കരുത്, കേൾക്കരുത്. ശരി, അത്രയല്ലേ വേണ്ടു. കൈ പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു, വാക്ക് കൊടുത്തു, ഞാൻ കാണൂല, ഞാൻ കേൾക്കൂല.
നടക്കൂല, സംസാരിക്കൂല. മക്കയിലേക്ക് എത്തി, പലയിടത്തും പോയി. ഒരു ദിവസം കഅബാലയത്തിന്റെ അരികിലൂടെ ഒരു ഭാഗത്തേക്ക് യാത്രക്കൊരുങ്ങുക ഒട്ടകപ്പുറത്താണ്. അപ്പോ ഖുറൈശികൾ പറഞ്ഞു, പ്രിയപ്പെട്ട തുഫൈൽ, നിങ്ങൾ ഇന്ന് പോകുന്ന വഴിക്ക് മുഹമ്മദ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടാൽ നോക്കൂല, ഞാൻ കേട്ടാൽ പിന്നെ രണ്ടാമത് കേൾക്കൂല, ഞാൻ ചെവി പൊത്തിപ്പിടിക്കാം, രണ്ട് ചെവിയിലും വിരലുകൾ കൊണ്ട് ഞാൻ അമർത്തിപ്പിടിക്കാം, ശബ്ദം കേട്ടാ ഞാൻ രണ്ടാമത് കേൾക്കൂല. അപ്പോൾ ആരോ പറഞ്ഞു, ഒട്ടകപ്പുറത്തല്ലേ തുഫൈല്, ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഇരുന്നു കൊണ്ടാ നിസ്കരിക്കാറുള്ളത്, അവിടെ ഇരുന്നു കൊണ്ടാ ഖുർആൻ ഓതാറുള്ളത്, അവിടെ ഇരുന്നു കൊണ്ടാ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോ ശബ്ദം കേട്ടാൽ നിങ്ങൾ കൈവിട്ടാൽ ഒട്ടകപ്പുറന്ന് താഴെ വീഴൂലേ? ആരോ ഒരു കുബുദ്ധി പറഞ്ഞു കൊടുത്തു, രണ്ട് ചെവിയിലും പഞ്ഞിക്കെട്ട് കുത്തി നിറക്കുക. പഞ്ഞിക്കെട്ടുകൾ കൊണ്ടുവന്നു. തുഫൈൽ ഇബ്നു അംറിന്റെ രണ്ട് ചെവിയിലും ഒന്നും കേൾക്കാൻ പറ്റാത്ത വിധം പഞ്ഞിക്കെട്ടുകൾ കുത്തി നിറച്ചു. ഒട്ടകപ്പുറത്ത് കയറി കഅബാലയത്തിന്റെ അരികിലൂടെ യാത്രയാവുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഇബാദത്തിലാണ്. മുത്തുനബിയുടെ ശബ്ദം കേട്ടു തുഫൈൽ. രാജാതിരാജനായ റബ്ബിന്റെ തീരുമാനമാണല്ലോ, ഏത് കുതന്ത്രത്തിന്റെ പഞ്ഞിക്കെട്ടുകൾക്കും തടുത്തു നിർത്താൻ സാധിക്കാതെ കർണപുടത്തിലേക്ക് തുഫൈൽ ഇബ്നു അംറിന്റെ കാതുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ ഖുർആൻ പാരായണത്തിന്റെ മാറ്റൊലി ഒരു അലയൊലിയായി മനോഹരമായ ശബ്ദങ്ങൾ അങ്ങനെ അടിച്ചു വീശിയപ്പോ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ബുദ്ധിമാനാണ്, സാഹിത്യകാരനാണ്, ഏറ്റവും വലിയ കവിയാണ്, ഇതെല്ലാം അറിയുന്നയാളാ. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എന്റെ കാതുകൾ അടച്ചു പിടിച്ചിട്ടും മനോഹരമായ എന്തൊരു ശബ്ദമാണ്. അറിയാതെ ചെവിയിൽ നിന്ന് പഞ്ഞിക്കെട്ടുകൾ വലിച്ചൂരി കേട്ടുകൊണ്ടിരുന്നു. ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി മെല്ലെ നടന്നു ചെന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. മുത്തുനബിയുടെ ഇബാദത്ത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി. തുഫൈൽ ഇബ്നു അംർ പരിചയപ്പെടുത്തി, മുഹമ്മദ് നബിയെ, യാ മുഹമ്മദ് എന്നേ പറഞ്ഞുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നവരെ, ഞാൻ തുഫൈലാണ്, ദൗസ് ഗോത്രത്തിൽ നിന്ന് വന്നവനാണ്. നിങ്ങളെ കുറിച്ച് എന്നോട് ഇവിടത്തെ ആളുകൾ ഇങ്ങനെയൊക്കെയാ പരിചയപ്പെടുത്തിയത്. പക്ഷെ നിങ്ങളുടെ ശബ്ദം എന്നെ വല്ലാതെ ആകർഷിച്ചു. നിങ്ങൾ പറയുന്ന വചനങ്ങൾ ഇതൊരു കവിതയായി എനിക്ക് തോന്നുന്നില്ല, ഇതൊരു മനുഷ്യനിർമ്മിതമായി എനിക്ക് തോന്നുന്നില്ല, അത്ഭുതകരമായ വചനങ്ങളാണല്ലോ. നിങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞു, ഇവരുടെ ദൈവങ്ങളെയൊക്കെ തള്ളിപ്പറയുന്നു, പുതിയൊരു മതത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന്. ഏതാണ് നിങ്ങളുടെ മതം? ഏതാ നിങ്ങളുടെ ആശയം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുത്തു തുഫൈല്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്തത്. ഇത് കേട്ടപ്പോഴേക്ക് തുഫൈൽ പറയുകയാണ്, വല്ലാഹി മാ സമഅതു ഖത്തു ഖൗലൻ അഹ്സന മിൻ ഹാദാ. ഇങ്ങനെ ഏറ്റവും മനോഹരമായ ആശയങ്ങളുള്ള, മനോഹരമായ സാഹിത്യമുള്ള, ഇത്ര മനോഹരമായ കേൾക്കാൻ ഭംഗിയുള്ള ശൈലിയുള്ള, ഇത്ര മനോഹരമായ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കലിമ ചൊല്ലി, ഞാൻ മുസ്ലിമായി അസ്ലംതു. ആ സമയത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് മുത്തുനബിയുടെ കൈപിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കൂട്ടിക്കൊണ്ടുവന്ന ഖുറൈശികൾ മുഴുവനും നാണം കെട്ടു. അവരുടെ പ്രതിജ്ഞ മുഴുവനും തകർന്ന് തരിപ്പണമായി പോയല്ലോ. പഞ്ഞിക്കെട്ടുകൾ വലിച്ചെറിയപ്പെട്ടല്ലോ. അബൂജഹലിന്റെ കോട്ടകൊത്തലങ്ങൾ ഞെട്ടിത്തെറിച്ചു. കാരണം കൂട്ടിക്കൊണ്ടുവന്നയാള് എതിരാളിയുടെ അനുയായിയായി മാറിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാ. ഇനി എനിക്ക് മക്കയിൽ നിൽക്കേണ്ടതില്ല. ഇനി എന്റെ നാട്ടിലേക്ക് പോയിട്ട് അങ്ങയുടെ ഈ ദീനിലേക്ക്, നമ്മുടെ ദീനിലേക്ക്, പടച്ച റബ്ബിന്റെ ദീനിലേക്ക്, സ്വർഗത്തിലേക്ക് എന്റെ മാതാപിതാക്കളെ എനിക്ക് കൂട്ടണം, എന്റെ ഭാര്യ, എന്റെ മക്കളെ കൂട്ടണം, എന്റെ നാട്ടുകാരെ കൂട്ടണം. ഞാൻ ഈ അങ്ങോട്ട് പോവുകയാ. അവരുടെ മുന്നിലേക്ക് ഞാൻ എത്തുമ്പോ ഞാനൊരു പുതിയ ആശയവുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം എനിക്ക് വേണം, എന്തെങ്കിലും ഒരു അടയാളം, എന്തെങ്കിലും ഒരു കറാമത്ത് മുത്തുനബിയെ എനിക്ക് നൽകണം, അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു തുഫൈലിന് വേണ്ടി, പടച്ചവനെ, അല്ലാഹുമ്മ ജഅൽ ലഹു ആയ, എന്റെ തുഫൈലിന് എന്തെങ്കിലും ഒരു അടയാളം, ഒരു ദൃഷ്ടാന്തം കൊടുക്കണേ റബ്ബേ. ആ ദുആ ചെയ്യേണ്ട താമസം തുഫൈൽ ഇബ്നു അംറിന്റെ നെറ്റിത്തടത്തിൽ മനോഹരമായ ഒരു പ്രകാശം
തുഫൈൽ ഇബ്നു അംറിന്റെ നെറ്റിത്തടത്തിൽ മനോഹരമായ ഒരു പ്രകാശം. ആ പ്രകാശം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, തുഫൈലേ, ഇത് മതിയോ ദൃഷ്ടാന്തം? പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ നിനക്ക് തന്നതാണ്. അപ്പോൾ തുഫൈൽ ഇബ്നു അംർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ പ്രകാശത്തെ എന്റെ വടിയുടെ തലപ്പത്തേക്ക് ആക്കി തന്നാൽ നന്നായി. എന്റെ വടിയുടെ തലപ്പത്തേക്ക് ആ പ്രകാശമാക്കി തന്നാൽ. പടച്ച റബ്ബിനോട് അങ്ങനെ ദുആ ചെയ്തു. ആ പ്രകാശം മഹാനായ തുഫൈൽ ഇബ്നു അംറിന്റെ വടിയുടെ തലപ്പത്തേക്കായി. ആ ദൃഷ്ടാന്തവുമായി നാട്ടിലേക്ക് ചെന്ന് ദൗസിലേക്ക്, ഗോത്രത്തിലേക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. പക്ഷേ ആളുകൾ സ്വീകരിക്കുന്നില്ല. തന്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തു. ഹിദായത്തിലാവാതെ നീ കലിമയല്ലാതെ എന്റെ കൂടെ കിടക്കണ്ട എന്ന് പറഞ്ഞു. ഭാര്യ മുസ്ലിമായി. ഉമ്മയോട് പറഞ്ഞു, ഉപ്പയോട് പറഞ്ഞു. മാതാപിതാക്കള് മുസ്ലിങ്ങളായി, മക്കള് മുസ്ലിങ്ങളായി. കുറച്ചാളുകളൊക്കെ ദീൻ സ്വീകരിച്ചു. പക്ഷേ ദൗസുകാർ അംഗീകരിച്ചില്ല. വളരെ വേദനയോടുകൂടെ ദീനിലേക്ക് ദഅവത്ത് നടത്തി. എന്നിട്ട് പിന്നെയും മടങ്ങി മദീനയിലേക്ക്, മക്കയിലേക്ക് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ നാട്ടുകാരെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു, ഞാൻ എന്റെ നാട്ടുകാരെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചു, അവർ വരുന്നില്ല. മുത്തുനബിയെ, അവർ വ്യഭിചാരികളാണ്. ദൗസുകാര് വ്യഭിചാരത്തിൽ അങ്ങേയറ്റം, വ്യഭിചാരത്തിന്റെ കൂത്തരങ്ങാണ് അവിടെ. വ്യഭിചാരത്തിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറല്ല. ഏറ്റവും വലിയ വ്യഭിചാരികളാണ് അവർ. അല്ലാഹുവിന്റെ റസൂലേ, അതുകൊണ്ട് അങ്ങ് അവർക്ക് എതിരെ ദുആ ചെയ്യണം നബിയേ, അവർക്കെതിരെ അങ്ങ് ദുആ ചെയ്യണം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത് എന്താണെന്നറിയോ? ദൗസ് ഗോത്രത്തെ മുഴുവനും നശിപ്പിക്കാനല്ല തുഫൈൽ ഇബ്നു അംർ ആവശ്യപ്പെടുന്നത്. വ്യഭിചാരികൾ, തമ്മാടികൾ, ദീനിലേക്ക്, സ്വർഗത്തിലേക്ക്, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ ക്ഷണം സ്വീകരിക്കാത്ത തമ്മാടികളെ നശിപ്പിക്കാൻ അങ്ങ് ദുആ ചെയ്യണമെന്നാണ് മുത്തുനബി ദുആ ചെയ്തു. പടച്ചവനെ, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, ഈ ദൗസുകാർക്ക് മുഴുവനും നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ, അവരെ നന്മയിലേക്ക് കൊണ്ടുവരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് രാജാതിരാജനായ റബ്ബിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാ. എന്നിട്ട് പറഞ്ഞു, തുഫൈലേ, ഇനി നീ പോയിക്കോ. പിന്നെയും അവരെ ദഅവത്ത് ചെയ്തോ. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പിന്നെയും പോയി. എന്നിട്ട് ദൗസുകാരെ ക്ഷണിച്ച് മുത്തുനബിയുടെ ദുആയാണ്. അവർക്ക് മുഴുവനും പിന്നെ ഹിദായത്ത് കിട്ടി. ഖൈബറിലേക്ക് 70 ദൗസ് ഗോത്രത്തില് 70 കുടുംബങ്ങളില് 100 കണക്കിന് ആളുകളുമായിട്ടാണ് മഹാനായ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫീ ജബ്ഹത്തി ദൗസി ثم بصوته جعلت ضياء مثل شمس مضيئة. മഹാനായ തുഫൈൽ ഇബ്നു അംറിന് അല്ലാഹു കൊടുത്ത ഈ കറാമത്ത്, ഫീ ജബ്ഹത്തി ദൗസി ثم بصوته جعلت ضياء مثل شمس مضيئة. സൂര്യനെ പോലെ വ്യക്തമായി പ്രകാശിക്കുന്ന ഒരു ദൃഷ്ടാന്തം ആദ്യം നെറ്റിത്തടത്തിലും പിന്നീട് തന്റെ വടിയുടെ തലപ്പത്തും കൊടുത്ത ബഹുമാനപ്പെട്ട മഹാനായ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായത് ഖുർആൻ മുഴുവനും പഠിച്ചുകൊണ്ടല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോ ഖുർആൻ മുഴുവനും ഇറങ്ങിയിട്ടില്ല. ഇഖ്റ ബിസ്മി, അതിലെ 5 ആയത്തുകൾ, അതിന്റെ തുടക്കത്തിലെ കാര്യങ്ങൾ മാത്രമല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായത് ഖുർആനും ശാസ്ത്രവും പഠിച്ചുകൊണ്ടല്ല. ഖുർആനിന്റെ തത്വശാസ്ത്രം പഠിച്ചിട്ടല്ല, ഖുർആന്റെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടല്ല, ഖുർആന്റെ മറ്റുള്ള മേഖലകൾ പഠിച്ചിട്ടല്ല, ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കിയിട്ടല്ല, ഖുർആൻ മുഴുവൻ ഇറങ്ങിയിട്ട് പോലുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടത് ചുരുങ്ങിയ ആയത്തുകൾ മാത്രമാണ്. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മാത്രമാണ് കേട്ടത്. ഖുർആൻ അത്ഭുതമാണ്. പാറ പോലെ കട്ടിയുള്ള ഹൃദയങ്ങളിലേക്ക് എല്ലാ തമ്മാടിത്തരങ്ങളുടെ, ജാഹിലിയത്തിന്റെ കൂത്തരങ്ങുകൾ, കൊലപാതകികൾ, യുദ്ധക്കൊതിയന്മാര്, അങ്ങേയറ്റത്തെ വ്യഭിചാരികൾ, മൂക്കറ്റം മദ്യപിക്കുന്ന കുടിയന്മാര്, മദ്യപാനത്തിന്റെ അതിന്റെ രൂക്ഷത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ആ ഇരുണ്ട യുഗത്തിന്റെ കാര്യം നമുക്കറിയാമല്ലോ. മരിച്ചാൽ പോലും മുന്തിരിവള്ളിയുടെ ചോട്ടിൽ കബറടക്കാൻ വസിയത്ത് ചെയ്തവർ, അവരുടെ കൽബിലേക്ക് ഒരായത്തിന്റെ പ്രകാശം അങ്ങ് അടിച്ചു വീശിയാൽ, ഒരു സൂറത്തിന്റെ പ്രകാശം അങ്ങ് അടിച്ചു വീശിയാൽ പടച്ച റബ്ബ് ഹിദായത്തിന്റെ അത്ഭുതകരമായ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാ. ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു സ്പാനിഷ് പത്രപ്രവർത്തകൻ, അദ്ദേഹം പ്രഗത്ഭനായ സ്പെയിൻകാരനായ പത്രപ്രവർത്തകനും കവിയും
വളരെ അറിയപ്പെട്ട ഒരാളുമാണ് അൽവാറോ മെക്കോഡാം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. സ്വാഭാവികമായി പത്രപ്രവർത്തകനായതുകൊണ്ട്, അറിയപ്പെട്ട കവി സാഹിത്യകാരനായതുകൊണ്ട് തന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തോട് ഒരു അഭിമുഖം നടത്തി ചോദിച്ചു, അൽവാറോ, നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിമായത്? എന്താ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് കേട്ടുകേൾവിയേ ഉള്ളൂ. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്റെ ഈജിപ്തുകാരായ മിസ്രകാരായ സുഹൃത്തുക്കൾ, ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചു, മുസ്ലിങ്ങളുടെ ഗ്രന്ഥം. ആദ്യമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം അതിൽ നിന്ന് തെരഞ്ഞെടുത്തത്, അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഐ ചോസ് സൂറ ഇഖ്ലാസ് ഫോർ ട്രാൻസ്ലേഷൻ. ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്തത് സൂറത്തുൽ ഇഖ്ലാസ്. ഈജിപ്തുകാരനായ ഒരു സുഹൃത്ത് എന്റെ മുന്നിൽ പാരായണം ചെയ്തു, അതെന്റെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി തന്നു. ഈ ഒരേ ഒരു സൂറത്ത് മാത്രം, അതിലെ ഈ ചെറിയ ആയത്തുകൾ മാത്രം. I suddenly realized the oneness of God. എനിക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടു തൗഹീദ്, അല്ലാഹുവിന്റെ ഏകത്വം എനിക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടു എന്ന അൽവാറോ പറയുന്നത്. This fact reinforced me to believe in Islam. ഇസ്ലാം വിശ്വസിക്കാൻ എനിക്ക് ഉൾപ്രേരണ നൽകിയത് ഈ സത്യം മാത്രമാണ്. I immediately embraced Islam. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് അൽവാറോ മെക്കോഡാം തന്റെ പത്രക്കാരുടെ മുന്നിൽ പറയുമ്പോൾ, സൂറത്തുൽ ഇഖ്ലാസ് മാത്രമേ പഠിച്ചുള്ളൂ, സൂറത്തുൽ ഇഖ്ലാസ് മാത്രമേ കേട്ടുള്ളൂ. അത് ഖൽബിലേക്ക്, ഹൃദയത്തിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ ഖുർആനിന്റെ അത്ഭുതകരമായ വാജ്യമായ ഒരു ശക്തിയുണ്ട്. അതിന് ഖുർആൻ മുഴുവനും പഠിക്കണ്ട. ഖുർആൻ അത് ഹിദായത്തിന്റെ ഏറ്റവും വലിയ പ്രകാശത്തിന്റെ വഴിയായി നമുക്ക് ലഭിച്ചാൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, ഏതാനും ചുരുങ്ങിയ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ റമദാനിന്റെ പുണ്യമായ രാത്രി ഉറക്കൊഴിച്ചുകൊണ്ട് ക്ഷീണിതരായി കഷ്ടപ്പാടോടുകൂടെ ഈ മനോഹരമായ പരിപാടി അല്ലാഹു ഖുർആനിന്റെയും റമദാൻ ഷരീഫിന്റെയും ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ. ഇരുമ്പിന് വെള്ളം തട്ടിയാൽ, ഈർപ്പം തട്ടിയാൽ തുരുമ്പെടുത്തു പോകുന്നത് പോലെ മനുഷ്യന്റെ കൽബിനും തുരുമ്പ് ബാധിക്കും. വമാ ജലാഉഹാ യാ റസൂലല്ലാഹ്, ആ തുരുമ്പ് മാറ്റാൻ എന്താണ് മാർഗം നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കസറത്തു തിലാവത്തുൽ ഖുർആൻ വ ദിക്റുൽ മൗത്ത്. മരണത്തെക്കുറിച്ച് ഓർക്കലാണ്, ഖുർആൻ പാരായണം അധികരിപ്പിക്കലാണ്, ഖുർആൻ പാരായണം അധികരിപ്പിക്കലാണ്. പരിശുദ്ധമായ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഖൽബിന്റെ തുരുമ്പിനെ നീക്കം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്ന്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. റമദാനും ഖുർആനും അവിടെ കടന്നു വരികയാണ്. 5 കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞ 2 എണ്ണം, ഒന്ന് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തലാണ്, മറ്റൊന്ന് വയറിനെ കാലിയാക്കലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പുണ്യമായ റമദാനിലൂടെ നമ്മുടെ ആത്മീയമായ വിശുദ്ധിയിലേക്ക്, ആത്മീയമായ ഉന്നതത്തിലേക്ക് ഖുർആനിന്റെ അഹ്ലുകാരായി, റമദാന്റെ നോമ്പുകാരുടെ അഹ്ലുകാരായി, യഥാർത്ഥ നോമ്പിന്റെ ആളുകളായി ഔന്നത്യത്തിലേക്കും വിശുദ്ധിയിലേക്കും ഉയരാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പഠിക്കണം. ഇന്ന് നമുക്ക് 100,000 അവസരങ്ങൾ അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് പ്രവാസികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഗത്ഭരായ നേതാക്കളുടെ സാന്നിധ്യം, നിങ്ങളുടെ ഒഴിവുവേളകൾ, ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാഖി ഉസ്താദിനെ പോലെ, ജലീൽ ദാരിമിയെ പോലെ ഈ ദുബൈയിൽ തന്നെ പ്രഗത്ഭരായ നമ്മുടെ ഉസ്താദുമാരൊക്കെ അംഗീകരിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാർ എന്തെങ്കിലും വിളിച്ചു പറയുന്നവരല്ല. ആഴത്തിൽ പഠിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഖുർആനും ഹദീസും ദീനും ഫിഖ്ഹും അവരുടെയൊക്കെ സാന്നിധ്യം നമ്മൾ ഉപയോഗപ്പെടുത്തണോ. ആ ക്ലാസ്സുകളിൽ നമ്മളൊക്കെ പങ്കെടുക്കണോ. ദുബൈ സുന്നി സെന്ററിന്റെ ആഴ്ചകളിൽ നടക്കുന്ന ക്ലാസ്സുകൾ, ഖുർആൻ ക്ലാസ്സുകൾ, മുഅ്മിനീങ്ങളെ അത് ഉപയോഗപ്പെടുത്തണം. ഒരു മണിക്കൂർ ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചാൽ അതിന് എത്രയാണ് പ്രതിഫലം എന്നറിയോ? 1 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ പങ്കെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സുഫത്തിന്റെ അഹ്ലുകാരുടെ നേതാവാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദൗസ് ഗോത്രക്കാരനാണ്. ബഹുമാനപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തനബിയിലേക്ക് വന്നു ചേർന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സുഫത്തിന്റെ അഹ്ലുകാരുടെ നേതാവായി ജീവിച്ചു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ച ഇൽമുകൾ
പിന്നെ യാത്രക്കാരും കച്ചവടക്കാരും ജോലിക്കാരുമായ സഹാബിമാര് അവര് തിരിച്ചു വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും കൂടും. അബൂ ഹുറൈറ മുത്തുനബി എന്തൊക്കെയാ പഠിപ്പിച്ചത് അത് കേൾക്കാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു സദസ്സിൽ പങ്കെടുത്തപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി സന. ഒരു മണിക്കൂർ ചിന്തിക്കുന്നത്, ഒരു മണിക്കൂർ ആലോചിക്കുന്നത് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഒരു മണിക്കൂർ ചിന്തിച്ചാൽ, നോക്ക്, ചിന്തിക്കണേ, ഈ റമളാനിലെ ഇൽമിന്റെ മജ്ലിസ് ഏറ്റവും ഫദലുള്ളതാണ്, കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുന്നതാണ്. ഈ ഉറക്കൊഴിച്ചും കഷ്ടപ്പെട്ടും ഈ പാതിരാ സമയത്ത് നമ്മൾ ഇരിക്കുന്നത് ആ ഒരു മജ്ലിസിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഒരു മണിക്കൂർ ചിന്തിച്ചാൽ, ആലോചിച്ചാൽ ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം എന്ന് മുത്തുനബി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്തൊരു അത്ഭുതമാണ്, ഒരു ചെലവുമില്ല, ഒരു അധ്വാനവുമില്ല ചിന്തിക്കാൻ, സാമ്പത്തിക ചെലവില്ല, ശാരീരികമായ കായികാധ്വാനമില്ല, ചിന്തിച്ചാൽ മതിയല്ലോ, ആലോചിച്ചാൽ മതിയല്ലോ. അത് കിടന്നോ ഇരുന്നോ നടന്നോ എപ്പോഴും ആലോചിക്കാം. ഒരു മണിക്കൂർ ആലോചിച്ചാൽ ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം. അൽഹംദുലില്ലാഹ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ പങ്കെടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതേപോലെ വലിയ നേതാവും പണ്ഡിതനുമാണല്ലോ, റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 70 സന. ഒരു മണിക്കൂർ ചിന്തിച്ചാൽ 70 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ വലിയ പ്രതിഫലമാണ്. അപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു കൺഫ്യൂഷൻ ആയി. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു മണിക്കൂർ ചിന്തിച്ചാൽ ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് അതേ ഒരു മണിക്കൂർ ചിന്തിച്ചാൽ 70 കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം. ആർക്കാണ് അബദ്ധം പറ്റിയത്? രണ്ടുപേരും വലിയ ആളുകളാ, വലിയ സഹാബിമാരാ, ആലിമീങ്ങളാ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നേരെ പോയി മുത്തുനബിയുടെ അടുത്തേക്ക്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞ് രണ്ടാളും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാ. ആര് പറഞ്ഞതാ ശരി? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മിഖ്ദാദ്, രണ്ടാള് പറഞ്ഞതും ശരിയാ, രണ്ടുപേരും പറഞ്ഞത് സത്യമാണ്, നീ അവരെ വിളിച്ചു കൊണ്ടുവാ. ഉടൻ തന്നെ പോയി അബൂ ഹുറൈറ തങ്ങളെ, ഇബ്നു അബ്ബാസ് തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങൾ ഏത് വിഷയത്തിലാ ചിന്തിക്കാറുള്ളത്, ആലോചിക്കാറുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഅലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ അൻ തഫക്കുരി. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബിയേ, ഞാൻ ചിന്തിക്കാറുള്ളത് ഖുർആൻ പഠിപ്പിച്ച ചിന്തയാണ്. ഞാൻ ചിന്തിക്കാറുള്ളത് ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഖുർആൻ പറഞ്ഞ ചിന്തയാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. മുത്തുനബിയെ, എന്റെ ആലോചന തഫക്കുരി ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ഈ പ്രാപഞ്ചികമായ അത്ഭുതങ്ങൾ പടച്ചറബ്ബ് ചിന്തിക്കാൻ പറഞ്ഞത്. അഫലാ യൻളുറൂൻ അഫലാ യതദബ്ബറൂൻ അഫലാ യഅലമൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, നോക്കുന്നില്ലേ? ആകാശഭൂമികൾ, ഒട്ടകങ്ങൾ, മൃഗങ്ങൾ, മലമടക്കുകൾ, പർവ്വതങ്ങൾ, പടച്ചറബ്ബിന്റെ അത്ഭുതങ്ങൾ. സൂര്യനും ചന്ദ്രനും വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ. സൂര്യന്റെ അത്ഭുതം, വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ. ചന്ദ്രന്റെ അത്ഭുതം. ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ ഖുർആൻ പറഞ്ഞ അത്ഭുതകരമായ പടച്ചറബ്ബിന്റെ ഖുദ്റത്തുകൾ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും നബിയെ. അപ്പോൾ മുത്തുനബി പറഞ്ഞു, അബൂ ഹുറൈറ, നിങ്ങളുടെ ആ ചിന്തക്കാലോചനക്ക് ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ പ്രാപഞ്ചികമായ അത്ഭുതങ്ങളിലൂടെയുള്ള പഠനങ്ങളും ചിന്തയും ആലോചനയും ഉണ്ടല്ലോ, അതിന് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചിന്തിക്കാറുള്ളത്? മുത്തുനബിയെ, ഞാൻ മരണത്തെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്, ഞാൻ മരണത്തെക്കുറിച്ച്, ഞാൻ പരലോകത്തെക്കുറിച്ച്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഒരു മണിക്കൂർ ചിന്തിച്ചാൽ 70 കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. അപ്പോൾ ചിന്തകൾ, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഖുർആനികമായ ചിന്ത, ഖുർആനികമായ പഠനം, ഒരു മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ ഒരായത്ത് പഠിച്ചാൽ എത്ര വലിയ ഫളലാണ്, ഒരു സൂറത്ത് പഠിച്ചാൽ എത്ര വലിയ ഫളലാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 12 കൊല്ലം കൊണ്ടാണ് സൂറത്തുൽ ബഖറ പഠിച്ചു തീർന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം, മോൻ
ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ പറയാ, എന്റെ ഉപ്പ ആരാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തുകൾ അതിന്റെ തുടക്കത്തിൽ മനുഷ്യന്റെ ഗർഭാശയത്തിലെ അവസ്ഥകൾ പടച്ച റബ്ബ് വിശദീകരിക്കുന്നുണ്ട്. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഗർഭാശയത്തിലെ ആ ഇന്ദ്രിയത്തുള്ളി വളർന്നു വരുന്നത്, മാംസപിണ്ഡമാകുന്നത്, എല്ലുകൾ രൂപപ്പെടുന്നത്, ഗർഭാശയത്തിലെ വളർച്ച അത് പടച്ച റബ്ബ് റൂഹ് ഊതിക്കയറ്റി മറ്റൊരു പടപ്പായ സൃഷ്ടിയായി മാറ്റുന്ന ഈ അത്ഭുതം പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സത്യത്തിൽ അപ്പോൾ അത് ആയത്തിന്റെ ഭാഗമായിരുന്നില്ല. അതുവരെ എന്നുവരെ മുത്തനബി ഓതിക്കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതം കൊണ്ട് പറഞ്ഞതാണ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി മുത്തനബിയോട് പറഞ്ഞു, നബിയേ, ഉമർ പറഞ്ഞ ആ വാക്ക് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ആയത്തായി അതിനോട് ചേർക്കാൻ പടച്ച റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു എന്ന്. അത്ര വലിയ ഖുർആൻ കേൾക്കുമ്പോഴേക്കും മനസ്സിലാകുന്നയാളാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് അല്ലാഹുവിന്റെ റസൂല് ഇത് അവതരിച്ച് ഈ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്ക ഭാഗത്തിലുള്ള ഈ ആയത്തുകൾ അത് ആദ്യമായി ഉമർ റളിയല്ലാഹു അൻഹു ഒരു തവണ പാരായണം ചെയ്ത് കേട്ടതേ ഉള്ളൂ. അപ്പോഴേക്കത് പറഞ്ഞു. അതിന്റെ അത്ഭുതം ആശയം കൽബിൽ തട്ടിയപ്പോ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അത്ര മനസ്സിലായിരുന്നയാളാണ്. ഖുർആൻ മനസ്സിലായത് കൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞത്. ആ വാക്ക് അല്ലാഹു ഖുർആനിൽ ആയത്താക്കിയത്. അത്ര വലിയ സാഹിത്യകാരനും ബുദ്ധിമാനുമായ ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് പഠനം തീർന്നത്. ഫലമ്മാ ഖതമഹാ, പഠനം പൂർത്തിയായപ്പോ നഹറ ജസൂറ, എന്റെ ഉപ്പ ഒട്ടകത്തെ അറുത്ത് സാധുക്കൾക്ക് അതിന്റെ മാംസം വിതരണം ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ എന്താണ് ഖുർആനിക പഠനം? എന്താണ് ഖുർആന്റെ അത്ഭുതം എന്താണ്? അതൊരു ബഹറാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയുന്ന സൂറത്തുകളൊക്കെ പാരായണം ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദൊക്കെ എപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്, രാത്രി നിങ്ങൾ ചില സൂറത്തുകൾ പതിവാക്കണം. ഒന്ന് സൂറത്തുൽ മുൽക്ക് തബാറക പതിവാക്കണം. എല്ലാവരും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം സൂറത്തുൽ മുൽക്കിന്റെ ഫضل, ഓരോ സൂറത്തുകളെ കുറിച്ച്, ഓരോ ആയത്തുകളെ കുറിച്ച് അതിന്റെ ഫളായിലുകൾ, നേട്ടങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ സൂറത്തുൽ മുൽക്കിന്റെ ഫضل ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. ഒരാൾക്കും, ഒരു ബിദ്അത്തുകാരനും ഒരു ഹദീസിന്റെ സിഹത്ത് പറയുന്നവൻ ആർക്കും പറയാൻ കഴിയൂല. സൂറത്തുൽ മുൽക്കിനെ കുറിച്ചുള്ള ഫضل മുത്തനബി പറഞ്ഞു, സൂറത്തുൽ മുൽക്ക് ഖബറിൽ ശഫാഅത്ത് ചെയ്യുന്നത്, ഖബറിൽ രക്ഷപ്പെടുത്തുന്നത്, ഖബറാളിയുടെ തലയുടെ ഭാഗത്തൂടെ മലക്കുകൾ വരുമ്പോ തടുക്കും, കാലിന്റെ ഭാഗത്തൂടെ മലായിക്കത്ത് വരുമ്പോ തടയും. ഓരോ ഭാഗത്ത് നീ ഖബറാളിയെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ സൂറത്തുൽ മുൽക്ക് കൂടെയുണ്ടാകുമെന്ന് ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ മഹ്ശറയിലേക്ക് പല തരത്തിലുള്ള യാത്രക്കാരുണ്ട്. മഹ്ശറയിലേക്ക് വരുന്ന പലതരത്തിലുള്ള യാത്രക്കാർ. മുത്തനബി വരിക മദീന മുനവ്വറയിൽ നിന്ന്, ഖബർ ഷരീഫിൽ നിന്ന് ബുറാഖ് എന്ന വാഹനപ്പുറത്താണ് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരിക. ഓരോരുത്തരുടെ യാത്ര വാഹനങ്ങൾ, ഉളുഹിയത്തിന്റെ മൃഗങ്ങൾ വാഹനങ്ങളായി വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോ വാഹനങ്ങൾ ഉള്ളവർ, നടന്നു വരുന്നവർ, ചവിട്ടി ഉരുട്ടപ്പെടുന്നവർ, ആട്ടിത്തെളിക്കുന്നവർ, വലിച്ചിഴക്കുന്നവർ, പല കോലത്തിലുള്ള യാത്രകൾ. പലിശ തിന്നുന്നവർ, വയറ് വീർത്ത് മുന്നിലേക്ക്, മുഖം കാണാതെ, കണ്ണ് കാണാതെ, കോലം മരിക്കപ്പെട്ടവര്, കൈകാലുകൾ മുകളിലേക്കായി, മുഖം നിലത്തുകുത്തി മലായിക്കത്ത് വലിച്ചയച്ചു കൊണ്ടുവരുന്നവർ, ഭീകരമായ പല പല യാത്രകൾ മഹ്ശറയിലേക്ക് ഖബറുകളിൽ നിന്ന്. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റാൽ മലായിക്കത്ത് അവരെ കാത്തു നിൽക്കുകയാണ്. മലായിക്കത്തിന്റെ ചിറകിന്റെ പുറത്താണ് അവർ കയറുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് അലിയാർ തങ്ങളാ പറയുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവര് ചില ആണുങ്ങൾ, ചില പെണ്ണുങ്ങൾ, ചില സ്ത്രീ പുരുഷന്മാർ, അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം അവർക്കൊക്കെ അല്ലാഹു കൊടുത്തു. അത്ര വലിയ സുന്ദരന്മാർ, സുന്ദരിമാര് മലായിക്കത്തിന്റെ ചിറകേറി അവർ മഹ്ശറയിലേക്ക് വരിക. മലായിക്കത്ത് ചിറകേറ്റി കൊണ്ടുവരുമ്പോ മഹ്ശറയിലെ ആളുകൾ അത്ഭുതപ്പെട്ട് നോക്കുക, ആരാണിത്? ഈ വിഭാഗം മലായിക്കത്തിന്റെ ചിറകും പുറത്തേറി പറന്നു വരുന്നവർ.
അവർക്കാണെങ്കിലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖസൗന്ദര്യം അലിയാർ തങ്ങൾ വിശദീകരിച്ചു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലിയാർ തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ മുൽക്ക് നിത്യമാക്കിയവരാണ്, എല്ലാ ദിവസവും തബാറക് ഓതിയവർക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്ര വലിയ ഫദ്ൽ നൽകുക എന്ന് പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്ത് യാസീനെ കുറിച്ച് മുത്തുനബി പറഞ്ഞു, ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂറത്ത് യാസീൻ ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ്, ഖത്തം തീർത്ത പ്രതിഫലം ഒരു യാസീൻ ഓതിയാൽ. സൂറത്ത് യാസീനിൽ 3000 ഹർഫുകളുണ്ട്. ഓരോ ഹർഫിന് 10 മലക്കുകൾ കണ്ട് മരണം ആസന്നരായ ആളുകളുടെ അടുത്ത് യാസീൻ ഓതിയാൽ 30,000 മലക്കുകൾ 3000 ഹർഫുകളാ സൂറത്ത് യാസീനിൽ. ഓരോ ഹർഫിന് 3000 10, അപ്പോൾ 30,000 മലക്കുകൾ. ആ മലക്കുകൾ ഇറങ്ങി ഈ മയ്യത്തിന്റെ നിസ്കാരത്തിലും ഖബറടക്കത്തിലും മയ്യത്ത് കൊണ്ടുപോകുമ്പോ എല്ലാത്തിലും പങ്കെടുത്ത് അവർ തിരിച്ചു പോകൂ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ യാസീൻ ഓതാറുണ്ട്. മരണം ആസന്നരായ ആളുകളുടെ അടുത്ത് യാസീൻ ഓതൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത, അവർക്ക് ഏറ്റവും വലിയ സഹായമാണ്, അവർക്കുള്ള പ്രതിഫലമാണ് പറയുന്നത്. 30,000 മലക്കുകൾ അവരുടെ അടുത്തിറങ്ങും, നല്ല റാഹത്തായ മരണം ലഭിക്കും. അത് കഴിഞ്ഞാലോ മയ്യത്ത് നിസ്കാരത്തിലും ഖബറടക്കത്തിലും മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും എല്ലാം കഴിഞ്ഞ് ഈ മലായിക്കത്ത് തിരിച്ചു കയറി പോകൂ. നമ്മുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ഒരുപാട് നേതാക്കൾ കഴിഞ്ഞു പോയ മഹാന്മാർ, ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട അവസാനം ബാപ്പു ഉസ്താദ് വരെ, അവരൊക്കെ മരണാസന്നരായ സമയത്ത് ശിഷ്യന്മാര്, കൂടെയുള്ളവര്, തങ്ങന്മാര്, സാദാത്തുക്കള് സൂറത്ത് യാസീൻ ഓതി പൂർത്തിയാക്കി അവരൊക്കെ റാഹത്തോടുകൂടെ മരണപ്പെട്ട ചരിത്രങ്ങൾ നമുക്കറിയാം. അവരുടെ ഒക്കെ അടുത്ത് വെച്ച് മഹാന്മാര് യാസീൻ ഓതിയ ഭാഗ്യം, മഹാഭാഗ്യം അവർക്കൊക്കെ ലഭിച്ചു. കാരണം അവരൊക്കെ ഖുർആനിന്റെ അഹ്ലുകാരും ഖുർആന്റെ ഖാദിമീങ്ങളുമായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ ഖുർആനിന്റെ അഹ്ലുകാരിൽ ഖുർആൻ പഠിക്കാനും ഖുർആനിലൂടെ ഉന്നതിയിലേക്ക് എത്താനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ആവേശത്തോടുകൂടെയാണ് ഈ മഹത്തായ പരിപാടി. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഇത്രയും സമയം, ഈ പാതിരാ സമയം വരെ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട്, ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നി സെന്ററിനോട് ഇതിനോടുള്ള കടപ്പാട്, അതിനോടുള്ള ആവേശം, അതിനോടുള്ള ആത്മാർത്ഥത, അത് മാത്രമാണ്. ഒരുപാട് ഓടി നടന്ന് കഠിനാധ്വാനം ചെയ്ത ധാരാളം ചെറുപ്പക്കാര്, പ്രവർത്തകരുണ്ട്. ഒറ്റ കാര്യമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഈ സദസ്സിലെ ദുആ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരുപാട് ആളുകൾ ദുആ കേൾപ്പിച്ചവര്, അപ്പോഴൊക്കെ ദുആ ചെയ്തു കൊടുത്ത് സദസ്സിലൊക്കെ ദുആ കേൾപ്പിച്ചവര്, ഒരുപാട് കച്ചവടക്കാര്, ബിസിനസ്സുകാര്, ദുബൈയിലെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നയാൾ, വലിയ പ്രതിസന്ധി, ഓരോരുത്തരും പറയുന്നത് പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്. നമ്മുടെ ചുറ്റുപാട്, പ്രവാസ ലോകം, ഇവിടെ മാത്രമല്ല ഓരോ രാജ്യങ്ങളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, വരാൻ പോകുന്ന പ്രതിസന്ധി പടച്ച റബ്ബ് സലാമത്താക്കട്ടെ. ഒരുപാട് രോഗികൾ, കഷ്ടപ്പെടുന്ന ഒരു നാട്ടിലും ഇവിടെയും ഒക്കെയുള്ള രോഗികൾ, അതേപോലെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഒരുപാട് ചെറുപ്പക്കാര്, ജോലി ചെയ്യുന്നവര്, ജോലി ഇല്ലാത്തവര്, എല്ലാവരും ദുആ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഈ സദസ്സ് അൽഹംദുലില്ലാഹ് ധാരാളം ആളുകൾ ആമീൻ പറയുന്ന ഈ സദസ്സിൽ ദുആ, അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം കിട്ടുന്ന ഈ പാതിരാ സമയത്ത്, കാരണം ഇത്രയും ദിവസം നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ സദസ്സിൽ ഖുർആനിന്റെയും നോമ്പിന്റെയും ഒക്കെ ഫദ്ൽ പറഞ്ഞ ഈ സദസ്സിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സമയത്തുള്ള ദുആ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ, അതോടുകൂടെ നമുക്ക് റാഹത്തോടുകൂടെ പിരിഞ്ഞു പോകാം. ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ പാതിരാ സമയത്തിലെ പ്രവേശിച്ച ദുആയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പടച്ച റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.